Good afternoon. Good afternoon, miss. ചാപ്റ്റർ നോക്കിയിരുന്നോ? റിവിഷൻ ചെയ്യാന്ന് പറഞ്ഞിരുന്ന കുറച്ചൊക്കെ നോക്കി. കുറച്ചൊക്കെ ഇപ്പൊ നോക്കിയല്ലേ? അതിനെ പഠിച്ചുകൊണ്ടിരിക്കണേ രമ്യ ടീച്ചറുടെ ക്ലാസ്സില്. എന്താ? രമ്യ ടീച്ചറുടെ ക്ലാസ്സില് അത് തന്നെയാണ് പഠിച്ചോണ്ടിരിക്കണേ. ക്വാളിറ്റി നാബിന്റെ Quality. കാര്യോ? അയ്യോ, അപ്പം ടീച്ചറിന്റെ ക്ലാസ് ശ്രദ്ധിച്ചില്ലേ? ആ ക്ലാസ് ഒരു ക്ലാസ് എടുത്തിരിക്കുമ്പോ അത് തന്നെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ രണ്ടും കിട്ടാതെ വരും. ഓക്കെ, അപ്പൊ പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. അറിയാത്തതാണെങ്കിൽ മാത്രം പറഞ്ഞുതരാം. അങ്ങനെ പോയാൽ മതിയില്ലേ? വീണ്ടും പറയേണ്ട ആവശ്യമുണ്ടോ? വേണ്ട, ക്വസ്റ്റ്യൻ ചോദിച്ചാ മതി. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതിയല്ലോ. ഞാൻ ഓരോരുത്തരോടായിട്ട് ചോദിക്കാം. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങൾക്കും മനസ്സിലാകും, കേട്ടിരിക്കുന്ന മറ്റുള്ളവർക്കും മനസ്സിലാവും, എനിക്കും എളുപ്പമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇപ്പൊ ഇനി അധികം നമുക്ക് ദിവസം ഇല്ലല്ലോ, കുറെ അധികം റിവിഷൻ ഒക്കെ ചെയ്യാനായിട്ട് അല്ലേ? നെക്സ്റ്റ് വീക്കും കൂടെ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്തായാലും ഇങ്ങനെ പോകാം. ഇനിയും ചാപ്റ്ററുകൾ നമുക്ക് നോക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞേ. ഓക്കെ, അതിനകത്ത് ഇൻട്രൊഡക്ഷനിൽ എന്താ പറയുന്നത് സഫിയ? ഇൻട്രൊഡക്ഷനില് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബിന്റെ ഇൻട്രൊഡക്ഷനിൽ എന്താ പറയുന്നവര്? കിട്ടിയില്ലേ? വായിച്ചോ? ഹലോ. അത് നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും കുറെ ക്യാരക്ടേഴ്സ്, വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകളൊക്കെ ഉള്ളതാണ്. അപ്പം ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ISO ഈ സാധന സേവനങ്ങള് ഗുണനിലവാരം അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു IS ക്രൈറ്റീരിയകള് നൽകുന്നുണ്ട് നമുക്ക്. അതിലാണ് അതിന്റെ കീഴിൽ ക്വാളിറ്റി അഷുറൻസ് ഇംപ്രൂവ്മെന്റ്, ക്വാളിറ്റി അഷുറൻസ് ഉണ്ട്, പിന്നെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, പിന്നെ അതുപോലെ ക്വാളിറ്റി ടോട്ടൽ ക്വാളിറ്റി കെയർ, ക്വാളിറ്റി കൺട്രോള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ISO പറയുന്നുണ്ട്. ISO 9000 പറയുന്നുണ്ട് അല്ലേ? അതായത് നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്താണ് ധാരാളം സ്വഭാവ സവിശേഷതകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കും നിർബന്ധമായിട്ട് എന്തുണ്ടായിരിക്കണം? ക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി ക്വാളിറ്റി അഷുറൻസ് നാബില് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ഇംപ്രൂവ്മെന്റില് കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ? അതെന്തൊക്കെയാ സഫിയ ഒന്ന് പറഞ്ഞേ. ക്വാളിറ്റി അഷുറൻസ് എന്താ? ഫസ്റ്റ് തന്നെ QA. ഇത് നമുക്ക് ക്വാളിറ്റി ഗുണനിലവാരം ഉറപ്പ് വരുത്തുന്നു എന്നുള്ള ഒരു കോൺഫിഡൻസ് നൽകുന്നതാണ് ക്വാളിറ്റി അഷുറൻസ്. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാല് ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ചാണ്. അത് ക്വാളിറ്റി ഇവാലുവേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡാറ്റ വെച്ചിട്ട് ക്വാളിറ്റി അഷുറൻസ് ചെയ്യാം, എന്നിട്ട് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറയാ. പിന്നെന്താ ടോട്ടൽ ക്വാളിറ്റി കെയർ ഉണ്ട്. അത് സമ്പൂർണ്ണ ഗുണനിലവാരം കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ച് അതിന് മുകളിലോ ആയ സേവനം നൽകുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ആ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ടോട്ടൽ ക്വാളിറ്റി കെയർ എന്ന് പറയാം. അതിന് വേണ്ടിയിട്ട് ടോട്ടൽ ക്വാളിറ്റി കെയറിലാണോ പിന്നെ സ്റ്റാഫുകളൊക്കെ അതിനെ പറ്റി പഠിക്കുന്നത്? ടോട്ടൽ ക്വാളിറ്റി കെയറിലാണോ? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിൽ ഞാൻ ചില പോയിന്റ്സ് തന്നിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ക്വാളിറ്റി കെയർ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് ക്വാളിറ്റി കെയർ എന്ന് പറയാം. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. പിന്നെ ഈ സ്റ്റാഫുകളൊക്കെ, ക്രെഡൻഷ്യൽ സ്റ്റാഫൊക്കെ നല്ല മെച്ചപ്പെട്ട സേവനം നൽകുന്നതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. അതൊരു സിസ്റ്റം ഓഫ് മാനേജ്മെന്റ് ആണ്.
centered principle that every member of staff should committed keeping high standard of work in every aspect of hospital operation. അതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ടോട്ടൽ ക്വാളിറ്റി കെയർ എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ ഗുണനിലവാരം ഉറപ്പുവരുത്തിയുള്ള സേവനം നൽകുന്നതിനെയാണ് ടോട്ടൽ ക്വാളിറ്റി കെയർ എന്ന് പറയുന്നത്. പിന്നെ ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാല് അതൊരു സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ആണ്. ഈ ക്വാളിറ്റി എല്ലാം അഡിയർ ചെയ്യുന്ന, അതായത് ആദ്യം ഡിഫൈൻ ചെയ്ത ക്വാളിറ്റീസ് ആണല്ലോ വേണ്ടത്. അപ്പൊ ആ ഡിഫൈൻ ചെയ്ത ക്വാളിറ്റീസ് ഉറപ്പ് നൽകുന്നുണ്ടോ, അത് നമ്മൾ അതിനെ സ്ട്രിക്റ്റ് ആയിട്ട് അഡിയർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്ന പ്രൊസീജിയേഴ്സിനെയാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയാം. വെരി ഗുഡ്, വെരി ഗുഡ്. മറ്റുള്ളവർക്ക് മനസ്സിലായോ? ഇത് ഒന്നുകൂടി പറയണോ ഞാൻ ഇത് ആർക്കെങ്കിലും വേണ്ടിയിട്ട്? എല്ലാവരുടെ അടുത്ത് നോട്ടുള്ളതാണല്ലോ അല്ലേ? പറയണോ? വേണ്ട? ഓക്കെ. അപ്പൊ ക്വാളിറ്റി അഷുറൻസ് പറഞ്ഞത് എന്താണെന്ന്, അതുപോലെ തന്നെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, അങ്ങനെയുള്ള ആ 5 പോയിന്റ്സ് എന്താണ് പ്രധാനമായിട്ടും പഠിച്ചു വെക്കാനുള്ളതാണ്. പിന്നെ ഇത് കൂടാതെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ബെനിഫിറ്റ്സ് എന്നും പറഞ്ഞൊരു നോട്ട് പ്രത്യേകം തന്നിട്ടുണ്ടായിരുന്നു. അത് ആർക്ക് പറയാൻ പറ്റും? സ്മിത ഒന്ന് പറയാമോ അത്? സ്മിത. രണ്ടാമത്തെ പോയിന്റില് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ബെനിഫിറ്റ് എന്നും പറഞ്ഞൊരു നോട്ട്സ് തന്നിട്ടുണ്ടായിരുന്നില്ലേ? അത് ഒന്നാമത്തെ പോയിന്റ് പെർഫോം ഡെയിലി ടു ബെനിഫിറ്റ് പേഷ്യൻസ് വിത്തൗട്ട് കോസിംഗ് ഹാം ടു ദം. രണ്ടാമത്തെ പോയിന്റ് പേ അറ്റൻഷൻ. അതായിരുന്നു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ബെനിഫിറ്റ്സില് ആദ്യം തന്നെ റെഡ്യൂസ്ഡ് ഹോസ്പിറ്റൽ റീഅഡ്മിഷൻ കേട്ടോ. റീഅഡ്മിഷൻ ഒക്കെ കുറഞ്ഞു. റെഡ്യൂസ്ഡ് റീഅഡ്മിഷൻ. അതുകൂടാതെ ഇംപ്രൂവ്ഡ് കെയർ കോർഡിനേഷൻ എമംഗ് ഡിപ്പാർട്ട്മെന്റ്സ്. രണ്ടാമത്തെ പോയിന്റ് കേട്ടോ, ഇംപ്രൂവ്ഡ് കെയർ കോർഡിനേഷൻ എമംഗ് ഡിപ്പാർട്ട്മെന്റ്സ്. അതുപോലെ മൂന്നാമത്തെ പോയിന്റ് ഡിക്രീസ്ഡ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എറേഴ്സ് കേട്ടോ. ഡിക്രീസ്ഡ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എറേഴ്സ്. ഇനി നാലാമത്തെ പോയിന്റ് ഇംപ്രൂവ്ഡ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് ഡോക്യുമെന്റേഷൻ. ഇംപ്രൂവ്ഡ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് ഡോക്യുമെന്റേഷൻ ആണ് എന്ത് വരുന്നത്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ബെനിഫിറ്റ്സിൽ വരുന്നത് കേട്ടോ. ഓക്കെ, ഇതെല്ലാവരുടെ അടുത്ത് നോട്ടില്ലേ? ഉണ്ട്. ഓക്കെ. ഇനി ഹോസ്പിറ്റൽ ക്വാളിറ്റി എന്താ പറയാ, ജോബ് ഡിസ്ക്രിപ്ഷൻ റെസ്പോൺസിബിലിറ്റി ഓഫ് ക്വാളിറ്റി മാനേജർ. ശരണ്യ ഒന്ന് പറഞ്ഞേ. ശരണ്യ, നമുക്ക് ജോബ് റെസ്പോൺസിബിലിറ്റി ആണോ? അതെ അതെ, റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞാൽ മതി. ആരാണെന്നൊക്കെ അറിയാലോ, ഒന്ന് പറഞ്ഞേക്ക്. അത് പറഞ്ഞേക്ക്, ആരാണ്, എന്താണ് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ ഒന്ന് പറഞ്ഞേക്ക്. ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. നോൺ ക്ലിനിക്കൽ സർവീസും എല്ലാം ചെയ്യുന്നതാണല്ലോ. എന്താ ചെയ്യുന്ന അയാള് അവിടെ? അതായത് ആദ്യം വെച്ചാല് പിന്നെ നോൺ ക്ലിനിക്കൽ സർവീസ് ഇൻഫെക്ഷൻ തടയും, പിന്നെ സുരക്ഷ ഇത് പറഞ്ഞേ, ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ ആളെ കുറിച്ച്. എന്താ ആള് പ്രവർത്തിക്കുന്നേ? ആളെങ്ങനെയാ ഇവിടെ വർക്ക് ചെയ്യുന്നേ? ക്വാളിറ്റി മാനേജർ മാനേജർ മസ്റ്റ് ക്വാളിറ്റി അഷുറൻസിന് സപ്പോർട്ട് ചെയ്യണം, ഉറപ്പാക്കുന്ന പ്രോഗ്രാംസ് ഹോസ്പിറ്റലില് ചെയ്യുന്നതാണ് ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തം. ഹോസ്പിറ്റലിന്റെ പ്രൊസീജിയേഴ്സ് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് നല്ല രീതിയിൽ അവിടെ പ്രവർത്തിക്കണം. പിന്നെ സേവനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തണം, ചെക്ക് ചെയ്യണം, റിപ്പോർട്ട് കളക്ട് ചെയ്യണം. അത് മേലെ എന്തെങ്കിലും രീതിയിലുള്ള ഷെയർ ചെയ്യാണെങ്കിൽ ഷെയർ ചെയ്ത് ഇതൊക്കെ ഉറപ്പാക്കണം. അങ്ങനെയാണോ? അതായത് ഒരു ഹോസ്പിറ്റലിലെ ക്വാളിറ്റി മാനേജർ എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിലെ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെല്ലിനെ പിന്തുണയ്ക്കുന്ന ആളാണ്, സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് കേട്ടോ ക്വാളിറ്റി മാനേജർ എന്ന് പറഞ്ഞാല്. പിന്നെ ഹോസ്പിറ്റലിലെ ഗുണനിലവാരമുള്ള നടപടിക്രമങ്ങള്, അതുപോലെ തന്നെ മാനദണ്ഡങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങള് പ്രവർത്തിപ്പിക്കുന്നതിനും സ്ഥാപിക്കുന്നതിനും ഉത്തരവാദിത്തമുള്ള ആളായിരിക്കണം ആര്? ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്നത്. ഇനി ആശുപത്രികളുടെ എല്ലാ പ്രക്രിയകളും, എല്ലാ പ്രോസസ്സുകളും
പ്രൊസീജിയേഴ്സും ഗുണനിലവാരം മെച്ചപ്പെടുത്തൽ എന്നിവ കൈകാര്യം ചെയ്യേണ്ടത്, അതിനുള്ള കാര്യങ്ങൾ റിപ്പോർട്ടുകളൊക്കെ ചെയ്യേണ്ടത് ആര് തന്നെയാണ്? ഈ ഒരു ക്വാളിറ്റി മാനേജർ ആണെന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് ക്വാളിറ്റി മാനേജറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഒരു ഹോസ്പിറ്റലിലെ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെല്ലിനെ പിന്തുണയ്ക്കുന്ന ആളാണ് എന്താ, അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് അതാണ് കേട്ടോ, ഇതൊരു ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്നത് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കോ അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യോ, എന്താന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. ഇനി റെസ്പോൺസിബിലിറ്റീസ് ഒന്ന് പറഞ്ഞേ ശരണ്യ. ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി അണുബാധ തടയല്, സുരക്ഷ, ഡയറ്റ് എന്നിവയില് ഗുഡ് ക്വാളിറ്റി ഉറപ്പാക്കണം. പിന്നെ ക്ലീൻ ബാക്ക്ഗ്രൗണ്ട് ആണോ നോക്കണം. OPD, വാർഡ്, ലേബർ റൂം, OT ആൻഡ് പേഷ്യന്റ് ഫെസിലിറ്റി ആൻഡ് ഔട്ട്സോഴ്സ് സർവീസിലെല്ലാം ക്ലീൻ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സൃഷ്ടിക്കേണ്ടത് ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റില് നിരന്തരം മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും രീതിയിലുള്ള അല്ല, അവര് അത് നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചാല് നല്ല സ്കോറ് അവർക്ക് അങ്ങനെല്ലാം ചെയ്താലേ അവരത് അങ്ങനെല്ലാം ചെയ്യണം. അവാർഡ് അങ്ങനത്തെയൊക്കെ അവർക്കത് കൊടുക്കണം. ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ ഏതെങ്കിലും ഗ്യാപ്പ് വന്നാല് മുതിർന്ന ഒരാളുടെ അഡ്വൈസ് ഒക്കെ ചോദിക്കാം. എന്തെങ്കിലും ഒരു ബ്രേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാല്. പിന്നെ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ മീറ്റിംഗിൽ പങ്കെടുക്കണം. അതിന്റെ ബെനിഫിറ്റ്സ് ഇംപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണം. പിന്നെ അതിനകത്ത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഉണ്ട്, ബ്ലഡ് ബാങ്ക്, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്, അതിനകത്തെല്ലാം ക്വാളിറ്റി മാനേജർ ആണ് അതിനെല്ലാം കാര്യങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അല്ലെ. ഓക്കെ. PMW എന്ന് പറഞ്ഞാല് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെ. AREB എന്ന് പറഞ്ഞാൽ എന്താണ്? AREB എനർജി റെഗുലേറ്ററി ബോർഡ്. ഓക്കെ. പിന്നെ പ്രവർത്തിക്കാത്ത എക്യുപ്മെന്റ്സിനൊക്കെ റെക്കോർഡ് കീപ്പ് ചെയ്യണം. പിന്നെ ശരിയാക്കാൻ പറ്റുന്നവയാണെങ്കിൽ അത് നിശ്ചിത സമയത്തിനുള്ളിൽ ശരിയാക്കണം. അതാണ് AMC എന്ന് പറയുന്നത്, ആനുവൽ മെയിൻ്റെനൻസ് കോൺട്രാക്ട് ആണ്. അത് കോൺട്രാക്ട്. ഓക്കെ. പിന്നെ ഉന്നമനത്തിനും പ്രിവന്റീവ് മെയിൻ്റെനൻസ് ഹോസ്പിറ്റലിലുള്ള വാഹനങ്ങള് അതെല്ലാം സൂക്ഷിക്കണം. മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ ചെയ്യണം. പുതിയ വാഹനങ്ങൾ വാങ്ങാനും അതിനുള്ള എല്ലാ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ക്വാളിറ്റി മാനേജർ ആണ്. പിന്നെ രോഗികൾക്കും സ്റ്റാഫിനും വെർച്വലായിട്ട് അത് ഓൺലൈനായിട്ട് പരാതി പരിഹാരം അങ്ങനെ അതെല്ലാം സിസ്റ്റം സംഘടിപ്പിക്കുക, രൂപീകരിക്കുക, അതെല്ലാം അയാളുടെ ഇതിൽ വരുന്നതാണ്. പിന്നെ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, കീപ്പ് ഇൻഫർമേഷൻ ഇൻഡിക്കേറ്റർ, രണ്ട് സിസ്റ്റത്തിനെ സംയോജിപ്പിച്ചിട്ട് ഒരു ആക്ഷൻ എടുക്കാനൊക്കെ ഉള്ള ഒരു അധികാരമുണ്ട്. അതോറിറ്റി ജീവനക്കാരുടെ ക്വാളിറ്റി എല്ലാം ഉറപ്പാക്കുക, എഡ്യൂക്കേഷൻ കൊടുക്കുക. പിന്നെ ഹോസ്പിറ്റൽ കമ്മിറ്റി രൂപീകരിക്കാനും ഫ്രെയിം ചെയ്യാനുള്ള അധികാരമുണ്ട്. അത്രയല്ലേ ഉള്ളൂ മിസ്സേ. ഈ MIS-ഉം KPI-യും എന്താ? അത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. മറ്റ് KPI കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, അത് രണ്ട് സിസ്റ്റം അല്ലേ? രണ്ട് സിസ്റ്റം ഉണ്ട് കേട്ടോ. അതിനെ സംയോജിപ്പിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ ആണോ? അതെ. അവരുമായിട്ട് സംയോജിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഇനി അടുത്തത് അക്രഡിറ്റേഷൻ ആണ് കേട്ടോ. ആര് പറയും അക്രഡിറ്റേഷൻ? സ്മിത പറയാമോ അക്രഡിറ്റേഷൻ? അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു പബ്ലിക് റെക്കഗ്നൈസേഷൻ ആണ്. ഹോസ്പിറ്റലിന് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്. അപ്പൊ അതിന് അംഗീകാരം കിട്ടണമെങ്കിൽ ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് അനുസരിച്ചുമാണ് കിട്ടുന്നത്. അവരുടെ സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് ഇത് കിട്ടുന്നത് അല്ലേ? അത് കമ്പൾസറി ആണ്. പിന്നെ ഇത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതായത് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ അല്ലെ, അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇവാലുവേഷനിലൂടെയാണ് എന്ത് കൊടുക്കുന്നത്, നമ്മള് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് പറഞ്ഞോളൂ, ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ.
പറയുന്നില്ലേ? ഞാനാണ് പറയണേ. അതെ അതെ, സ്മിത എന്ന് പറഞ്ഞോളൂ. പേഷ്യന്റിനാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്. ആ അപ്പൊ നല്ല രീതിയിൽ സർവീസ് കൊടുക്കുന്ന ഹോസ്പിറ്റലിനാണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ആ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിൽ ചികിത്സിക്കുമ്പോൾ ഉയർന്ന ക്വാളിറ്റി ഉള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെന്റ്, നല്ല ഗുണനിലവാരത്തിലുള്ള പരിചരണം, സുരക്ഷയും ഒക്കെ കൊടുക്കണം പേഷ്യന്റിന്. ആ പിന്നെ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്ന മെഡിക്കൽ സ്റ്റാഫ് നല്ല ഉയർന്ന യോഗ്യതയുള്ള ആളായിരിക്കണം. ആ പിന്നെ പേഷ്യന്റിന്റെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യണം. ഉം. പിന്നെ പേഷ്യന്റിന്റെ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അവർക്കുള്ള പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യണം. ഉം. പിന്നെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ബെനിഫിറ്റ്സ് ഓഫ് ഫോർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞേ. പേഷ്യന്റ് ബെനിഫിറ്റ്സ് നമ്മളിപ്പോ പറഞ്ഞു. ഈ ഓർഗനൈസേഷൻ എന്തൊക്കെയാ ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നേ? ഓർഗനൈസേഷൻ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞേ. ആരെങ്കിലും ഒരാൾ പറയൂ. പ്രജീന പറഞ്ഞേ, പ്രജീന. ഓർഗനൈസേഷൻ ബെനിഫിറ്റ്സ്. ഒരുപാടാ, കേറിയുള്ളൂ. എന്താ ഇപ്പൊ കേറിയോ? ചാപ്റ്റർ ഞാനിപ്പോ കേറിയുള്ളൂ. വേറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. വേറെ ആരാ? ഷീബ ഒന്ന് പറയാമോ ഓർഗനൈസേഷൻ ബെനിഫിറ്റ്സ്? പറയുന്നില്ല ആരെങ്കിലും? വായിച്ചിട്ടില്ല? ആരും വായിച്ചല്ലേ വന്നത് ഇത്? ഞാൻ നോട്ട് എഴുതിയിട്ടില്ല, ഇത് നോക്കി പറയാനേ പറ്റത്തുള്ളൂ. ആണല്ലേ. സഫിയ ഒന്ന് പറയാമോ? എന്നാ നോട്ട് പറഞ്ഞാ മതി. സഫിയ ഒന്ന് പറഞ്ഞേ. അത് അക്രഡിറ്റേഷൻ ഉണ്ടായി കഴിഞ്ഞാല് ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ പിന്നെ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റിന് അത് കാരണമാവും. അതായത് ബെസ്റ്റ് പിന്നെ ക്ലിനിക്കൽ ഔട്ട്കംസ് വരും. അതായത് ഓർഗനൈസേഷന്റെ പിന്നെ കമ്മിറ്റ്മെന്റ് ക്വാളിറ്റി കെയർ കമ്മിറ്റ്മെന്റ് കൂടും. ക്വാളിറ്റി കെയർ കൊടുക്കാനുള്ള പേഷ്യന്റ് സേഫ്റ്റി ഒക്കെ കൊടുക്കാനുള്ള കമ്മിറ്റ്മെന്റ് കൂടുമ്പോൾ അത് ഓർഗനൈസേഷന്റെ ഒരു ബെസ്റ്റ് ഔട്ട്കം ആയിട്ട് വരും. പിന്നെ അതുപോലെ കമ്മ്യൂണിറ്റി കോൺഫിഡൻസ് ഇത് പൊതുജനങ്ങൾക്ക് ഈ പിന്നെ ഓർഗനൈസേഷനിൽ കൂടുതൽ കോൺഫിഡൻസ് വരും. അത് നല്ല ഇതൊക്കെ കിട്ടും എന്നുള്ള കാരണം കൊണ്ട് അവർക്ക് ബെസ്റ്റ് ക്വാളിറ്റി, ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കെയർ അവർക്ക് കിട്ടും എന്നുള്ള കാരണം കൊണ്ട് ജനങ്ങൾക്ക് കോൺഫിഡൻസ് കൂടും. അതുവഴി പിന്നെ ഓർഗനൈസേഷന് കൂടുതൽ പേഷ്യൻസിനെ കിട്ടാന് കാരണമാവും. അതുപോലെ പിന്നെ അവർക്ക് ഇതൊരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് ആവും. അക്രഡിറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ അത് മാർക്കറ്റിൽ അവർക്ക് കൂടുതൽ അംഗീകാരം കിട്ടും. പിന്നെ അതുപോലെ നല്ല ക്രെഡൻഷ്യൽഡ് മെഡിക്കൽ സ്റ്റാഫിന്റെ ഒക്കെ കെയറിങ് പേഷ്യൻസിന് കിട്ടുന്നതുകൊണ്ട് അത് നല്ലൊരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് ആയിരിക്കും. കൂടുതൽ ആൾക്കാർ വരും. അതുപോലെ പിന്നെ എന്താണ് എംപാനൽമെന്റ്, അതൊരു പിന്നെ ഈ ISO എംപാനൽമെന്റിന് ഇത് കൂടുതൽ അംഗീകാരമായിരിക്കും അല്ലെ? എംപാനൽമെന്റിന് സഹായിക്കും ഇവരെ. ഇൻഷുറൻസ് അതുപോലെയുള്ളതിലൊക്കെ തേർഡ് പാർട്ടി ഇൻഷുറൻസിലൊക്കെ വരുന്ന എംപാനൽമെന്റിന് കൂടുതൽ ഈ അക്രഡിറ്റേഷൻ കിട്ടിയാൽ അത് കൂടുതൽ നല്ലതായിരിക്കും. അത്രേ ഉള്ളൂ അത്രേ അറിയുള്ളൂ. അതൊരു ബെസ്റ്റ് ആണെന്നുള്ള ഒരു ബെഞ്ച് മാർക്ക് ആയിരിക്കും ഹോസ്പിറ്റലിന് ഏറ്റവും നല്ല. ഓക്കെ, വെരി ഗുഡ്. സ്റ്റാഫിന്റെ ബെനിഫിറ്റ്സും കൂടെ ഒന്ന് പറയാം. എന്തൊക്കെയാ? ഒരു 3 പോയിന്റ്സ് ഉള്ളൂ. എന്തൊക്കെയാ? സഫിയ തന്നെ പറഞ്ഞോ. ഇത് ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പം അവർക്ക് അതിന്റെ ഒരു പിന്നെ ഏറ്റവും നല്ല പ്രൊഫഷണൽസ് ആണ് എന്നുള്ള, വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പോലും അക്രഡിറ്റഡ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്താണെന്ന് പറയുമ്പോൾ അവർക്കത് കൂടുതൽ അതൊരു പ്ലസ് പോയിന്റ് ആയിരിക്കും സ്റ്റാഫിന്. അതുപോലെ അവർക്ക് പിന്നെ കണ്ടിന്യൂസ് ലേണിങ്ങിന് ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് ഒക്കെ കിട്ടും അവർക്ക്. ലീഡർഷിപ്പ്
ഒക്കെ അവിടുന്ന് കൂടുതൽ അവിടുത്തെ സാഹചര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുമ്പോൾ അതിനോടനുസരിച്ച് അവരുടെ ലേണിംഗ് കപ്പാസിറ്റിയും കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ അറിയാനും അതുപോലെ തന്നെ പേഷ്യന്റിനെ അവർക്ക് കൂടുതൽ പേഷ്യന്റുമായിട്ടുള്ള കൂടുതൽ ബന്ധങ്ങൾ സമ്പർക്കം വരാനും പേഷ്യന്റിനെ കൂടുതൽ കെയർ ചെയ്യാനും കഴിയുന്നതുകൊണ്ട് അതും അവർക്കൊരു പോസിറ്റീവാണ്. പിന്നെ അതുപോലെ കേപ്പബിലിറ്റീസും സ്കിൽസും ഒക്കെ അവർക്ക് കൂടാനുള്ള ഈ അക്രഡിറ്റഡ് ഹോസ്പിറ്റലിൽ അവർക്ക് കിട്ടും. ഓക്കെ, ഇനി എന്താണ് അക്രഡിറ്റഡ് ബോഡീസ് ആണ് അല്ലെ? അത് ഞാൻ പ്രത്യേകം നമുക്ക് നോട്ട് തന്നതായിരുന്നു. അത് പഠിച്ചിട്ടുണ്ടോ നാബ്? നോക്കിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ നാബിനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞേ, അറിയാവുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞ ഒരാള് നാബിനെ കുറിച്ചിട്ട് മാത്രം, അതിന്റെ ആ ഒരു ഫോർമേഷൻ ഒന്ന് പറഞ്ഞേ. നാബ് എന്ന് വെച്ചാൽ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഹോസ്പിറ്റലിലും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും അക്രഡിറ്റേഷൻ നൽകുന്ന ഇന്ത്യയിലെ ഒരു സംഘടനയാണ് നാബ്. നാബില് ISOയില് ഒരു ക്രൈറ്റീരിയ വെച്ച് 2 ക്രൈറ്റീരിയയിൽ പറയുന്നുണ്ട്. ISO സംഘടനയുടെ ബുക്ക്ലെറ്റിൽ പറയുന്നുണ്ട്. ISO 17025ലും 15189ലും പറയുന്ന 2 ക്രൈറ്റീരിയയിലും ലബോറട്ടറിയിലെ പരിശോധന എങ്ങനെയായിരിക്കണം, നല്ല രീതിയിലുള്ള പരിശോധനയാണോ കൊടുക്കുന്നത് എന്ന അക്രഡിറ്റേഷനിൽ അനുസരിച്ചാണ് ആ ഹോസ്പിറ്റലിന് ലാബില് ഏറ്റവും നല്ല ലബോറട്ടറീസിലുള്ള അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അത്രേ ഉള്ളോ? ലാബ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നതാണ്. അത് ഹോസ്പിറ്റലുകൾക്ക് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകാരം കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആരംഭിച്ചത്. ഫോം ചെയ്തത് 2005 ആണ്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. പിന്നെ ഇതൊരു ഓട്ടോണമസ് ബോഡിയാണ്. നാബ് ISOയിലെ ഒരു മെമ്പറാണ്. ഇതിന്റെ ക്ലാസ്സിൽ ഇല്ലാത്തവരോ അല്ലെങ്കിൽ ഇതിന്റെ നോട്ട്സ് എഴുതിയിട്ടില്ലാത്തവരോ ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? ടീച്ചർ ആദ്യം ചോദിച്ചത് എഴുതിയിട്ടില്ല ടീച്ചർ. ഏതാണ് ടീച്ചർ ആദ്യം ചോദിച്ചില്ല എന്നോട്? ഏത് നോട്ട്സാ? ഫസ്റ്റ് ഒരെണ്ണം ചോദിച്ചില്ലേ, ബെനിഫിറ്റ്സ് അല്ലെ? അത് എഴുതിയെടുത്തോളൂ കേട്ടോ. അത് എഴുതിയെടുക്കാത്തവരുണ്ടെങ്കിൽ എഴുതിയെടുക്കാം. പറയാൻ മടി വിചാരിക്കരുത്. എന്തെങ്കിലും ഒരു നോട്ട്സ് മിസ്സിംഗ് ആണെങ്കിൽ ഇപ്പൊ പറയാട്ടോ, ഞാൻ പറഞ്ഞുതരാം. സമയമുണ്ട്, അതുകൊണ്ടാ പറയുന്നത് കേട്ടോ. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ബെനിഫിറ്റ്സ് കേട്ടോ. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ബെനിഫിറ്റ്സ്. ഫസ്റ്റ് വൺ, റെഡ്യൂസ്ഡ് ഹോസ്പിറ്റൽ റീ അഡ്മിഷൻ കേട്ടോ. റെഡ്യൂസ്ഡ് ഹോസ്പിറ്റൽ റീ അഡ്മിഷൻ. പറയാമോ? റെഡ്യൂസ്ഡ് ഹോസ്പിറ്റൽ റീ അഡ്മിഷൻ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ബെനിഫിറ്റ്സ് എന്ന ഹെഡിങ് കൊടുക്കുക. ഫസ്റ്റ് പോയിന്റ് ആണ് പറയുന്നത്, റെഡ്യൂസ്ഡ് ഹോസ്പിറ്റൽ റീ അഡ്മിഷൻ. റെഡ്യൂസ്ഡ് ഹോസ്പിറ്റൽ റീ അഡ്മിഷൻ. Second one, improved care coordination among departments. Improved care coordination among departments. Improved care coordination among departments. മൂന്നാമത്തേത്, decreased medication and administration errors. Decreased medication and administration errors. Decreased medication and administration errors. Any fourth one, improved electronic medical record documentation. Improved electronic medical record documentation. Improved electronic medical record documentation. എന്താണത്? ആദ്യത്തേത് റെഡ്യൂസ്ഡ് ഹോസ്പിറ്റൽ റീ അഡ്മിഷൻ. അതായത് റീ അഡ്മിഷൻ ഉള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു. അതുകൂടാതെ ഹോസ്പിറ്റൽ, രണ്ടാമത്തെ പോയിന്റ്, ഹോസ്പിറ്റലുകളിലെ ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ എന്താണ്, നല്ലൊരു കോർഡിനേഷൻ ഉണ്ടായി.
മൂന്നാമത്തത് എന്താണ്? മെഡിക്കേഷനും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ എറേഴ്സ്, പിശകുകൾ ഉണ്ടാവില്ലേ? ഇപ്പൊ മെഡിക്കേഷനിലും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ സംബന്ധമായിട്ട് എന്തെങ്കിലും പിഴവുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പിഴവുകളുടെ എന്താ പറയാ ആ ഒരു ഇതിൽ വരുന്ന ഒരു കുറവ്, അതൊക്കെ എന്താണ്? ഒന്ന് ഡിക്രീസ് ആയി ഇതിലൂടെ. ഇനി നാലാമത്തെ പോയിന്റ്, ഹോസ്പിറ്റലുകളിൽ എന്താണ്? ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് ഡോക്യുമെന്റേഷൻ എന്ത് ചെയ്തു? ഇംപ്രൂവ് ചെയ്തു. ആ 4 പോയിന്റുകളാണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ബെനിഫിറ്റുമായിട്ട് വരുന്ന പോയിന്റ്സ് കേട്ടോ. അപ്പൊ നേരത്തെ നമ്മൾ നാബാണ് പറഞ്ഞത്, ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ്. പിന്നെ എന്താണ്? ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് ഇത് വരിക. പിന്നെ സെറ്റപ്പ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് ഓപ്പറേറ്റ് അക്രഡിറ്റേഷൻ പ്രോഗ്രാം ഫോർ ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള എന്താ പറയാ അക്രഡിറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ഥാപിതമായിട്ടുള്ള ഒന്നാണ് എന്ത്? ഈ ഒരു നാബ് എന്ന് പറയുന്നത്. 2005 ഫോം ചെയ്തു. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ഓട്ടോണമസ് ബോഡിയാണ്. അതുകൂടാതെ മെമ്പറാണ് എന്ത്? ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ക്വാളിറ്റി ഇൻ ഹെൽത്ത് കെയറിലെ മെമ്പറാണ് ആര്? ഈ ഒരു നാബ് എന്ന് പറയുന്ന സംഘടന. അതുകൂടാതെ എന്താ പറയാ ISQO അതിനകത്തും എന്ത് തന്നെയാണ്? മെമ്പർ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ നാബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് NABL ആണ്. NABL എന്താ? ആര് പറയും? NABL ഒരാൾ പറഞ്ഞേ, ഹരിത ഒന്ന് പറയാമോ? NABL ആരെങ്കിലും മുന്നോട്ട് വാ പറയാനായിട്ട്. ഒരാള് പറ. NABL പറഞ്ഞേ. എളുപ്പമല്ലേ? നോട്ട് തന്നതല്ലേ ഇതൊക്കെ? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ് ആണ് അതിന്റെ അബ്രിവേഷൻ. ആ അതില് ലബോറട്ടറീസിനെ പറ്റിയിട്ടാണ് കൂടുതലും. അതിൽ കമ്പ്യൂട്ടറൈസ്ഡ് ടെക്നിക്ക് എങ്ങനെയാണെന്നും അതിൽ ടെസ്റ്റിംഗ് എങ്ങനെയാണെന്നും കാലിബ്രേഷൻ, മെഡിക്കൽ ടെസ്റ്റിംഗ്, ലബോറട്ടറീസ് ഇതെല്ലാം കൂടെ നോക്കും അവര് അക്രഡിറ്റേഷൻ കൊടുക്കണമെങ്കിൽ. ആ പിന്നെ അത് റെഫർ ചെയ്തിരിക്കുന്നത് ISO 17025 ISO 15189 ആണ് ആ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നോക്കുന്നത്. ആ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിലായിരിക്കും NABL ഇത് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. ആ പിന്നെ അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഒന്ന് സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുണ്ട്. അതിൽ കുറെ സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. അതിലൊന്ന് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ്. അതിന്റെ താഴെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ വരുന്നുണ്ട്. അതിലും താഴെയാണ് അതിന്റെ കീഴിലാണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ വരുന്നത്. അതിനകത്താണ് NABL NABH പ്രവർത്തിച്ചു വരുന്നത്. ഓക്കെ, ആർക്കെങ്കിലും ഇനി പറയണോ? ഇത് വേണ്ടല്ലോ, മനസ്സിലായിട്ടില്ലേ? നോട്ട് തന്നതാണ് വിശദമായിട്ട്, അതുകൊണ്ട് ഇനി പറയുന്നില്ല കേട്ടോ. ഇനി ACHSI, ഓസ്ട്രേലിയൻ കൗൺസിൽ ഓഫ് ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് ഇന്റർനാഷണൽ. ഒന്ന് പറഞ്ഞേ, ആതിര ഒന്ന് പറഞ്ഞേ. ആതിര പറയാമോ? പറയുന്നില്ല. പ്രജീന്റെ അടുത്തുണ്ടോ? നോട്ട് ഉണ്ടോ പ്രജീന? ACHSI നോട്ടില്ല മിസ്. മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. എന്തോ? അതിന് നോട്ട് തന്നിട്ടില്ല മിസ്സേ. നോട്ടില്ല മിസ്സേ, അബ്രിവേഷൻ മാത്രമേ ഉള്ളൂ. അതായത് ഓസ്ട്രേലിയൻ കൗൺസിൽ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ എന്നുണ്ട്. അതായത് ഇന്റർനാഷണൽ ലെവലില് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതാണ്, പ്രവർത്തിച്ചു വരുന്നതാണ് അവര്. അതിന് നോട്ടായിട്ട് പറഞ്ഞിട്ടില്ല. ഓസ്ട്രേലിയ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നോട്ടായിട്ടില്ല. പറഞ്ഞു തന്നിട്ടില്ലേ? ഞാൻ വായിക്കാം. ഇത് എഴുതിയിട്ടുണ്ടോ നോക്കിയാ നിങ്ങള്? ACHS is an independent, not-for-profit healthcare accreditation organization collaborating across the health sector in Australia. എഴുതിയിട്ടില്ല? എഴുതിയിട്ടില്ല. എന്നാ എഴുതിക്കോളൂ കേട്ടോ. ACHSI is an independent not for profit healthcare
profit healthcare not for profit healthcare accreditation organization. Collaborating across the health sector in Australia. ACHSI is an independent, not-for-profit healthcare accreditation organization collaborating across the health sector in Australia. Okay. The next one JCA ആണ്. JCA പ്രത്യേകത എന്ന് പറഞ്ഞേ, മറ്റ് എന്താ പറയാ അക്രഡിറ്റേഷൻ ഓർഗനൈസേഷനുകളെ സംബന്ധിച്ചിടത്തോളം JCAക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്താ അത്? ഒരാൾ പറഞ്ഞേ. ഞാൻ പറയുന്നില്ല ആളെ, നിങ്ങൾ തന്നെ ഒരാള് പറ. ആരെങ്കിലും ഒരാളെ ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞേ. ആരാ? എന്താ JCA? JCA ഫുൾ ഫോം ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ആണ്. ഇത് പേഷ്യന്റ് സേഫ്റ്റിയും ക്വാളിറ്റി ഹെൽത്ത് കെയറും പിന്നെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ പ്രോമിസ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ, പിന്നെ പബ്ലിക്കേഷൻ, അഡ്വൈസറി സർവീസ്, ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ഒക്കെ കൊടുക്കുന്ന ഒരു കമ്മീഷനാണ്. ജോയിന്റ് സ്ഥാപനമാണ്, ഓർഗനൈസേഷനാണ്. അത് വേൾഡ്സ് ലാർജസ്റ്റ് ഹെൽത്ത് കെയർ പിന്നെ അക്രഡിറ്റേഷൻ ആണ്. 1994 മുതൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ JCA ഗോൾഡ് സീൽ ഓഫ് അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും പിന്നെ എന്താ പറയാ കോൺസ്റ്റന്റ് പെർഫോമൻസ് ആണ്. അത് കിട്ടിക്കഴിഞ്ഞാല് കോൺസ്റ്റന്റ് പെർഫോമൻസിന്റെ ഇംപ്രൂവ്മെന്റ് ജേർണി ആയിട്ട് അത് എന്താ പറയാ ക്വാളിറ്റി കെയർ ഒക്കെ വർദ്ധിപ്പിക്കാനും അത് എപ്പോഴും ഇംപ്രൂവ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരു ഇതായിരിക്കും ഈ ഗോൾഡ് സീൽ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാല് സ്ഥാപനങ്ങൾക്ക്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കും. 1994 മുതല് ഓക്കെ. അതായത് ഇന്റർനാഷണൽ ലെവലിൽ നിന്നുകൊണ്ട് രോഗിയുടെ സുരക്ഷയും ആരോഗ്യ പരിപാലനത്തിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കുന്നതിന് JCA പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊരു അന്താരാഷ്ട്ര അക്രഡിറ്റേഷൻ സ്ഥാപനമാണ്. അന്താരാഷ്ട്ര അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് പുറമെ, അതായത് മറ്റിതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, മറ്റ് അക്രഡിറ്റേഷൻ സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ഇത് കൊടുക്കുന്നതിന് പുറമെ വിദ്യാഭ്യാസ പ്രസിദ്ധീകരണങ്ങള്, ഉപദേശക സേവനങ്ങൾ എന്നിവയും JCA എന്ത് ചെയ്യുന്നുണ്ട്? വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഹെൽത്ത് കെയർ അക്രഡിറ്റേറ്റർ ആണ് JCA എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതാണ് അതിൽ നിന്നുള്ള, അതായത് മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് ഇതിനെ വേർതിരിക്കുന്നത്. ഇതെന്താ കൊടുക്കുന്നത്? എഡ്യൂക്കേഷൻ ഇത് കൊടുക്കുന്നുണ്ട്, ജേർണൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് അല്ലെ. നമ്മൾ നേരത്തെ നാബിന്റെ പറഞ്ഞു അല്ലെ. നാബിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ കേരളയുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെ. അതായത് നമ്മുടെ ഇന്ത്യ, അതായത് എത്ര സ്ഥാപനങ്ങൾ, എത്ര ഹോസ്പിറ്റലുകളിലാണ് നാബിന്റെ അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം നോട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞേ സ്മിത, ഒന്ന് പറഞ്ഞേ നാബ് അക്രഡിറ്റഡ് ഹോസ്പിറ്റൽസ് ഒന്ന് പറഞ്ഞേ. പ്രത്യേകം നോട്ട് തന്നായിരുന്നു ഇതിനെ കുറിച്ച്. ഞാൻ ആരുടെ അടുത്തില്ലേ നോട്ട് എഴുതാത്തവരുണ്ടോ? അത് ഇന്ത്യയില് ഓൾ ഓവർ 860. പറഞ്ഞു. സ്മിത പറയട്ടെ. സഫി ഇപ്പൊ പറഞ്ഞല്ലോ, ഞാൻ വേറെ ചോദിക്കാം കേട്ടോ. സ്മിത പറഞ്ഞോ. ഇന്ത്യയില് നാബ് അക്രഡിറ്റ് ചെയ്തേക്കുന്ന ഹോസ്പിറ്റല് 860 കേരളത്തിൽ നിന്ന് നാബ് അക്രഡിറ്റ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽ 53.
പിന്നെ നാബ് അംഗീകാരമായിട്ടുള്ള കേരളത്തിലെ ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാൽ മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കാലിക്കട്ട്, ആ. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ട്രിവാൻഡ്രം, ആ. ഡോക്ടർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കൊച്ചി, ആ. AB മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കട്ട്, ആ. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊച്ചി, ജനറൽ ഹോസ്പിറ്റൽ എറണാകുളം. ആ. ഇത്ര ഹോസ്പിറ്റലിലാണ് കേരളത്തില് ലാബ് അക്രഡിറ്റ് ചെയ്തങ്ങനെ ഹോസ്പിറ്റല് ആ. ഇത് നോട്ട് തന്നതില്. അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ. മിസ് അതൊന്ന് പറയോ? 860 അത് മാത്രം ഒന്ന് പറയോ മിസ്സേ? 860 ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ ആർ അക്രഡിറ്റഡ്. അതായത് ഇന്ത്യയിലെ 860 ഹോസ്പിറ്റൽസിലാണ് നാബ് അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ളത് കേട്ടോ. 860 കേട്ടോ. 860. ഒന്ന് നോട്ട് ചെയ്തോട്ടെ മിസ്സേ. ആ. ഇന്ത്യയില് 860 അല്ലെ? 860. കേരളത്തില് 53 കേട്ടോ. 53 ഹോസ്പിറ്റൽസ്. ഓക്കെ മതി. ഓക്കെ. അതിനകത്ത് ഞാൻ മെഡിക്കൽ കോളേജിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഒരു എറണാകുളം ഉള്ള ജനറൽ ഒരു ജനറൽ ഹോസ്പിറ്റൽ അല്ലേ? അത് ജനറൽ ഹോസ്പിറ്റൽ, വേറെ മെഡിക്കൽ, അതെ, ഒരു 5 മെഡിക്കൽ കോളേജ് വരുന്നുണ്ട്. പക്ഷെ അത് എഴുതിയെടുക്കണ്ടെന്നാണ് തോന്നണേ. കാരണം ഞാനത് നോട്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് തരണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. വേണോ വേണ്ടയോ എന്ന്. ഞാനത് വായിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം. വായിക്കട്ടെ? മെഡിക്കൽ കോളേജുകളാണ് പറയുന്നത് കേട്ടോ. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തൃശ്ശൂര്. ഓക്കെ. പിന്നെ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ തിരുവല്ല. ഇനി മലബാർ കോളേജ് ഓഫ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്. പിന്നെ ദാസ് ലേ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജ് വയനാട്. ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് വയനാട്. ഇത്രയും കാര്യങ്ങൾ വേറൊരു സെപ്പറേറ്റ് ആയിട്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അന്ന് ഞാൻ നിങ്ങൾക്ക് തന്നില്ല. എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കാൻ തരാത്തത് കേട്ടോ. നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതി. ലിസ്റ്റ് ഓഫ് നാബ് അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ഇൻ കേരള. ഇതും അത് തന്നെയാണ് വരുന്നത്. പക്ഷെ കൂടുതലും ചോദിക്കാറുള്ളത് ഞാൻ ഈ പറയുന്ന ഇത് വേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സ് മാത്രം പഠിച്ചാൽ മതി. കൺഫ്യൂഷൻ ആവില്ല. നോട്ട് പഠിച്ചു തീർത്തല്ല. അതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ജസ്റ്റ് വായിച്ചെന്നുള്ളൂ കേട്ടോ. വയനാട്ടിലെ പേരൊന്ന് പറ മിസ്സേ. ജസ്റ്റ് ഒന്ന് മനസ്സിലായില്ല. ദാസ് എന്നാണ്. ദാസ് ലേ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജ് വയനാട്. കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ എന്റെ സ്വദേശം വയനാട്, അതാ ഞാൻ ചോദിച്ചേ. വയനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ കോളേജ്. പിന്നെ വേറൊരെണ്ണോ? വേറെ ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് വയനാട്. കേട്ടിട്ടുണ്ടോ? ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് വയനാട് എന്ന് എഴുതിയിരിക്കുന്നതിനകത്ത്. നോക്കാൻ കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല അല്ലേ? ശരി ശരി. കേരളത്തിലെ അമൃതയും ലേക്ക് ഷോറും പറയാം മിസ്. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊച്ചി കേട്ടോ. അത് ലിസ്റ്റ് ഓഫ് നാബ് അക്രഡിറ്റഡ് ഞാൻ ഒന്നും കൂടി പറയാം. 860 ഹോസ്പിറ്റൽസ് ഇന്ത്യയിലുണ്ട്. 53 ഹോസ്പിറ്റൽസ് ആണ് കേരളത്തിൽ അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ളത്. അതിനകത്ത് കേരളത്തിൽ വരുന്ന പ്രധാനപ്പെട്ടതാണ്. ഒന്ന് മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കാലിക്കറ്റ്. രണ്ടാമത്തേത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തിരുവനന്തപുരം. മൂന്നാമത്തേത് ലക്ഷോർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കൊച്ചി. നാലാമത്തേത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ്. അഞ്ചാമത്തേത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊച്ചി, അമൃത ഹോസ്പിറ്റൽ കൊച്ചി. ആറാമത്തേത് ജനറൽ ഹോസ്പിറ്റൽ എറണാകുളം കേട്ടോ. ജനറൽ ഹോസ്പിറ്റൽ എറണാകുളം. ഇനി നാബ് അക്രഡിറ്റഡ് ഹോസ്പിറ്റൽസിന് ചില എന്താ പറയാ ബെനിഫിറ്റ്സ് ഉണ്ട് അല്ലെ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലയൻസിനും ഓർഗനൈസേഷനും ഹെൽത്ത് കെയർ പ്രൊഫഷണലിനും എന്തുണ്ട്, അവിടെയുള്ള എംപ്ലോയീസിനും എന്തുണ്ട്, ചില ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ നാബ് അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ക്ലയൻസിന് ഉണ്ടായിരിക്കുക അതൊന്ന് പറഞ്ഞേ. സഫിയ തന്നെ പറഞ്ഞോളൂ. സഫിയ പറയുന്നത്. വേറെ സഫിയൻ സ്മിതയും പിന്നെ ഷിനുവും പറഞ്ഞു, ശരണ്യയും പറഞ്ഞു.
വേറെ ആരും പറയുന്നില്ല. നിങ്ങളോട് എല്ലാവരോടും കൂടിയല്ലേ ഞാനിത് വായിച്ചിട്ട് വരാൻ പറഞ്ഞത്. പിന്നെ എന്താ ചോദിക്കുമ്പോ പറയാത്തെ? വേറെ ആരെങ്കിലും? ഷീബ പറയാമോ ഒന്ന്? ഷീബ. പക്ഷെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു, അപ്പൊ ഇന്ന് റിവിഷൻ ആണെന്ന് അറിയത്തില്ലായിരുന്നു. അറിയില്ലായിരുന്നു. ഓക്കെ. ഇല്ലായിരുന്നു. നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് നോക്കിയിട്ട് വായിച്ചാ മതി. കാണാതെ പറയണം എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. നോട്ട് കയ്യിലുള്ളത് വായിച്ചു നോക്കിയാൽ മതി. നോട്ട് കയ്യിലില്ലേ? ഓക്കെ, സഫിയ തന്നെ പറഞ്ഞോ. ബെനിഫിറ്റ്സ് ടു ക്ലയൻസ് എന്തൊക്കെയാ വരുന്നേ? പേഷ്യൻസ് ആണോ? നാബ് പേഷ്യൻസിനുള്ള ബെനിഫിറ്റ്സാ? അതെ അതെ, പേഷ്യൻസിന് ഗുഡ് ഹെൽത്ത് ഔട്ട്കം, പിന്നെ ക്ലയന്റിന് സാറ്റിസ്ഫാക്ഷൻ, വാല്യൂ ഫോർ മണി, ലെസ് ഫ്രസ്ട്രേഷൻ. നാല് കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ നാബ് അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലില് പേഷ്യൻസിനുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗുഡ് ഹെൽത്ത് ഔട്ട്കംസ്, ക്ലയന്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, വാല്യൂ ഫോർ മണി, ലെസ് ഫ്രസ്ട്രേഷൻ. ഈ 4 പോയിന്റ്സ് ആണ് അത് വരുന്നത്. ഇനി ഹെൽത്ത് പ്രൊവൈഡേഴ്സിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുക? ഹെൽത്ത് പ്രൊവൈഡേഴ്സിനാണെങ്കിൽ ഹെൽത്ത് സ്റ്റാഫ് ബിക്കം മോർ സാറ്റിസ്ഫൈഡ് വിത്ത് ദെയർ വർക്ക്. അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് അവർ വർക്കൊക്കെ ചെയ്യാൻ സാധിക്കും. ഹെൽത്ത് വർക്കേഴ്സ് അണ്ടർസ്റ്റാൻഡ് പേഷ്യന്റ് ബെറ്റർ. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും പേഷ്യന്റിന്റെ കാര്യങ്ങളെല്ലാം. ഇൻഫർമേഷൻ ഫ്ലോ എമംഗ് സ്റ്റാഫ് ഈസ് ഇംപ്രൂവ്ഡ്. ഇൻഫർമേഷൻ ഒക്കെ സ്റ്റാഫിന് പറഞ്ഞു അല്ലെ, അങ്ങനെയല്ലേ അതിന്റെ മീനിങ്? അതെ അതെ പറഞ്ഞു. ഇൻഫർമേഷൻ ഫ്ലോ എമംഗ് സ്റ്റാഫ് ഈസ് ഇംപ്രൂവ്ഡ്. അതായത് സ്റ്റാഫുകൾക്കിടയിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ എന്താണ് ഷെയർ, അതായത് അവർ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യലും അതൊക്കെ എന്താണ് ഇംപ്രൂവ് ചെയ്യുന്നത്. നല്ല രീതിയിലൊരു കോർഡിനേഷൻ ഉണ്ടാവുന്നു എല്ലാവരും തമ്മിൽ കേട്ടോ. ഹെൽത്ത് സ്റ്റാഫ് ഹു പെർഫോം വെൽ. ഹെൽത്ത് സ്റ്റാഫിന് പെർഫോമൻസ് എല്ലാം നല്ല രീതിയിൽ കാഴ്ചവെക്കാൻ സാധിക്കും. ഓക്കെ. ഇനി ബെനിഫിറ്റ്സ് ഓഫ് ദ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ അതൊന്ന് പറഞ്ഞേ. ശരണ്യാന്ന് പറഞ്ഞു. അതും കൂടി അല്ലേ ഉള്ളൂ അതിനകത്ത് വരുന്നത്. പേഷ്യന്റ് ബിക്കം മോർ സാറ്റിസ്ഫൈഡ് വിത്ത് ദിയർ സർവീസ്. അതും അത് തന്നെ. ബിക്കം സാറ്റിസ്ഫൈഡ്, മോർ പേഷ്യന്റ് മേ യൂസ് ദിയർ സർവീസ്. പേഷ്യന്റിന് നല്ല സർവീസ് എല്ലാം ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കിട്ടും. Their environment become clean and beautiful. നല്ല എൻവയോൺമെന്റും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാം നമുക്ക് അങ്ങനെ അതായിരിക്കും അക്രഡിറ്റേഷൻ കിട്ടിയ നാബു വന്നാല് ഇൻസ്റ്റിറ്റ്യൂഷൻ. മതി. ഓക്കെ ഓക്കെ, അത്ര മതി. ഇത് ഇമ്പോർട്ടന്റ് ആണോ മിസ്സേ? എന്താ ഇത് ഇമ്പോർട്ടന്റ് ആണോ? ഇത് വേണം എന്തായാലും, ഇമ്പോർട്ടന്റ് ആണത് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് പറയുമ്പോ ഞാൻ തന്നെ പറയാം. 2-3 പേരെ ചോദിച്ചിട്ട് പറയുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളോട് ചോദിക്കാൻ ഞാൻ തന്നെ പറയാം കേട്ടോ. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയെ കുറിച്ചിട്ടാണ് പറയുന്നത്. നോട്ട് തന്നിട്ടുണ്ടായിരുന്നു. കേൾക്കാത്തവര് കേൾക്കുക, വായിക്കാത്തവര് വായിക്കാനായിട്ട് ശ്രമിക്കാം. ഇതൊരു ഓട്ടോണമസ് ബോഡിയാണ്. പെട്ടെന്ന് പറഞ്ഞു പോവാൻ കേട്ടോ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷന്റെ ഇതിലാണ് എന്ത് വരിക, ഈ ഒരു ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത് കേട്ടോ, DIPP. ഇനി മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിലാണ് എന്ത് വരിക, ഇങ്ങനെയുള്ള, അതായത് പല ഇതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പലതിന്റെയും അണ്ടറിലായിട്ടാണ് എന്ത് വരുന്നത്, ഈ ഒരു ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ വരുന്നത്. 1997 ഫോം ചെയ്തത്. പിന്നെ എന്താണ്, എസ്റ്റാബ്ലിഷ്മെന്റ് ടു ഓപ്പറേറ്റ് നാഷണൽ അക്രഡിറ്റേഷൻ സ്ട്രക്ചർ, അതായത് ഒരു നാഷണൽ അക്രഡിറ്റേഷൻ സ്ട്രക്ചർ കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് അക്രഡിറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഉള്ള ഒരു ഇതാണ് എന്ത് പറയുന്നത്, ഈ ഒരു ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഹെൽപ് ഇന്ത്യ അച്ചീവ് ആൻഡ് സസ്റ്റെയിൻ ടോട്ടൽ ക്വാളിറ്റി ആൻഡ് റിലയബിലിറ്റി ഇൻ ഓൾ ഏരിയാസ് ഓഫ് ലൈഫ് വർക്ക്, പ്രൊഡക്ട്സ്, സർവീസ് ടു ഓൾ ലെവൽസ്. അതായത് എന്താ പറയാ, അതായത് നമ്മുടെ എല്ലാ മേഖലകളിലും, അതായത് നമ്മുടെ സാധന സേവനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, എല്ലാ മേഖലകളിലും അക്രഡിറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് എന്ത്, ഈ ഒരു ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി വേറെ ഇതിനകത്ത് പറയുന്നുണ്ട്, നമ്മൾ കുറച്ച് ചാപ്റ്റേഴ്സും ഇതൊക്കെ പറഞ്ഞിരുന്നില്ലേ, അത് ഏതൊക്കെയാന്ന് പറഞ്ഞേ. എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 10 chapters, ബുക്കിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്?
10 ചാപ്റ്റേഴ്സ്, രണ്ട് കോർ കാറ്റഗറി ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണെങ്കിലോ കാറ്റഗറി 100 അല്ലേ? ഓക്കെ. ഇനി ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഒരു 651 പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതിനകത്ത് കോർ കാറ്റഗറിയിൽ എത്ര എണ്ണ വരിക? കോർ കാറ്റഗറി 102 അല്ലേ? ഓക്കെ. ഇനി കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിലാണെങ്കിലോ 415. ഇനി അച്ചീവ്മെന്റ് കാറ്റഗറി ആണെങ്കിലോ 60 അല്ലേ? ഇനി എക്സലന്റ് കാറ്റഗറി ആണെങ്കിലോ 30. 30. ഓക്കെ. ഇന്ന് നമ്മൾ ഇത് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് അല്ലേ? ഓർമ്മിച്ചോ? ഉണ്ട്. അതിനകത്ത് ആക്സസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ AAC അതിന്റെ കീഴിൽ വരുന്ന ചില പോയിന്റ്സ് ഉണ്ട്. അതൊന്ന് പറഞ്ഞു തന്നാ. സർവീസ് ഡിസ്പ്ലേ, പേഷ്യന്റ് രജിസ്ട്രേഷൻ, ട്രാൻസ്ഫർ റെഫറൽ പേഷ്യന്റ്, അഡ്മിഷൻ ഓഫ് പേഷ്യന്റ്, ഇനിഷ്യൽ റെഫറൽ, ലബോറട്ടറി പേഷ്യന്റ് കെയർ, ഡിസ്ചാർജ്. അത്രേ ഉള്ളു അല്ലേ? ഓക്കെ. അപ്പൊ സ്മിത പറഞ്ഞ പോയിന്റ്സ് ആയിട്ട് വരുന്നത് സർവീസ് ഡിസ്പ്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഞാൻ? രജിസ്ട്രേഷൻ, ട്രാൻസ്ഫർ, റെഫറൽ പേഷ്യൻസ്, അഡ്മിഷൻ ഓഫ് പേഷ്യന്റ്, പിന്നെ ഇനീഷ്യൽ അസസ്മെന്റ്, ലബോറട്ടറി സർവീസ്, പിന്നെ പിന്നെ എന്താ പറഞ്ഞത്? ലബോറട്ടറി സർവീസ് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് മൾട്ടി ഡിസിപ്ലിനറി ഇൻ നേച്ചർ. പേഷ്യന്റ് കെയർ കണ്ടിന്യൂസ് മൾട്ടി ഡിസിപ്ലിനറി ഇൻ നേച്ചർ, ഡിസ്ചാർജ് പ്രോസസ്. ഇത്രയും കാര്യങ്ങൾ AACയിലാണ് വരുന്നത്. പേഷ്യന്റ് രജിസ്ട്രേഷൻ ആയാലും ട്രാൻസ്ഫർ ആയാലും അഡ്മിഷൻ ആയാലും അസസ്മെന്റുകൾ ആയാലും ലബോറട്ടറി സർവീസസ് ആയാലും അതുപോലെ തന്നെ ഡിസ്ചാർജ് പ്രോസസ് ഒക്കെ ആയാലും ഈ ഒരു AACയിലാണ് ഇതൊക്കെ ഉൾപ്പെടുന്നതെന്ന് ഓർത്തു വെക്കാം. ഇനി കെയർ ഓഫ് പേഷ്യന്റ് COPയിൽ പറഞ്ഞേ, എന്താ പറഞ്ഞുതരാമോ പോയിന്റ്? ഒന്നുകൂടി പറയാം. ആക്സസ്, അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. ഫസ്റ്റ് വൺ ഈസ് സർവീസ് ഡിസ്പ്ലേ. പോയിന്റ് ആയിട്ട് എഴുതാം കേട്ടോ. സർവീസ് ഡിസ്പ്ലേ വരും. പിന്നെ സെക്കൻഡ് വൺ ഈസ് പേഷ്യന്റ് രജിസ്ട്രേഷൻ. തേർഡ് വൺ ട്രാൻസ്ഫർ റെഫറൽ പേഷ്യൻസ് കേട്ടോ. ഒരു ട്രാൻസ്ഫർ ഇടാം, അത് കഴിഞ്ഞിട്ട് ഒരു സ്ലാഷ് കൊടുക്കാം, എന്നിട്ട് റെഫറൽ പേഷ്യൻസ് എന്ന് എഴുതാം. ട്രാൻസ്ഫർ / റെഫറൽ പേഷ്യൻസ്, അഡ്മിഷൻ ഓഫ് പേഷ്യൻസ് കേട്ടോ. ഫോർത്ത് പോയിന്റ് അഡ്മിഷൻ ഓഫ് പേഷ്യൻസ്. ഫിഫ്ത് വൺ ഇനീഷ്യൽ അസസ്മെന്റ്. ഇനി ലബോറട്ടറി സർവീസ്. Eighth one, patient care continuous multidisciplinary in nature. Last one, discharge process. Okay. ഏഴാമത്തേത് അല്ലേ? Patients care continuous multidisciplinary in nature. അഡ്മിഷൻ ഓഫ് പേഷ്യന്റ് കഴിഞ്ഞിട്ട് ഇൻഫോംഡ് കൺസെന്റ് ആൻഡ് റിലേറ്റീവ് എഡ്യൂക്കേഷൻ ഉണ്ട്. ഏതാണുള്ളത്? അഡ്മിഷൻ ഓഫ് പേഷ്യന്റ് അതിന്റെ കൂടെ തന്നെ ഹൈഫൻ ഇട്ടിട്ട് ഇൻഫോംഡ് കൺസെന്റ് ആൻഡ് റിലേറ്റീവ് എഡ്യൂക്കേഷൻ അതുണ്ടല്ലേ. പിന്നെ ഇനിഷ്യൽ അസസ്മെന്റിൽ ഒരു സ്ലാഷ് ഇട്ടിട്ട് റെഗുലർ റീ അസസ്മെന്റ്. ഇനീഷ്യൽ അസസ്മെന്റിൽ ഒരു സ്ലാഷ് ഇട്ടിട്ട് റെഗുലർ റീ അസസ്മെന്റ് ഉണ്ട് കേട്ടോ. പിന്നെ അഡ്മിഷൻ ഓഫ് പേഷ്യന്റ് കഴിഞ്ഞിട്ട് ഇൻഫോംഡ് കൺസെന്റ് ആൻഡ് റിലേറ്റീവ് എഡ്യൂക്കേഷൻ അങ്ങനെ എഴുതിയിട്ടുണ്ട് അല്ലെ? ഇൻഫോംഡ് കൺസെന്റ് ആൻഡ് റിലേറ്റീവ് എഡ്യൂക്കേഷൻ കേട്ടോ.
ഇനി കെയർ ഓഫ് പേഷ്യൻസിൽ എത്ര പോയിന്റ്സ് വരുന്നത്? കെയർ ഓഫ് പേഷ്യൻസ് 4. 4 പോയിന്റ്സ് അല്ലേ? 4 പോയിന്റ്സ് ഞാൻ പറഞ്ഞാ മതിയോ? ആ മതി. കെയർ ഓഫ് പേഷ്യൻസ്, അതായത് ചിലവർ എഴുതാത്തവരുണ്ട്, അതുകൊണ്ടാ പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിച്ചാണേ. കെയർ ഓഫ് പേഷ്യൻസില് യൂണിഫോം കെയർ ഓഫ് പേഷ്യൻസ് ഇൻ ഓൾ സെറ്റിംഗ്സ് കേട്ടോ. യൂണിഫോം കെയർ ആണ് കൊടുക്കുന്നത് കേട്ടോ. യൂണിഫോം കെയർ ഓഫ് പേഷ്യൻസ് ഇൻ ഓൾ സെറ്റിംഗ്സ്. രണ്ടാമത്തെ പോയിന്റ് മിസ് അതിന്റെ അർത്ഥം മീനിങ് എന്താ പറയുന്നത് മിസ്? യൂണിഫോം കെയർ എന്ന് പറഞ്ഞാല് എല്ലാവർക്കും ഒരേപോലുള്ള ഈക്വൽ കെയർ ആണ് കൊടുക്കുന്നത് കേട്ടോ. അതാണ് പറയുന്നത്, ഈക്വൽ കെയർ. രണ്ടാമത്തേത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചേ, ഞാൻ ഇത് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. ഒന്ന് വായിച്ചേ, ശരണ്യ ഒന്ന് വായിച്ചേ കെയർ ഓഫ് പേഷ്യൻസ്. ഫസ്റ്റത്തെ യൂണിഫോം കെയർ ഓഫ് പേഷ്യന്റ് ഇൻ ഓൾ സെറ്റിംഗ്. ആ രണ്ടാമത്തേത് എമർജൻസി ആംബുലൻസ് സർവീസ് CPR ഗൈഡ് ലൈൻസ്. ആ തേർഡ് വൺ എന്തായിരുന്നു? ICU സ്റ്റാൻഡേർഡ്സ്. ഇട്ടിട്ട് കെയർ ഓഫ് വൾണറബിൾ പേഷ്യന്റ്. നാലാമത്തത് ഹൈ റിസ്ക് ഓൺ പ്രഗ്നൻസി, പീഡിയാട്രിക്സ്, അനസ്തേഷ്യ, സർജിക്കൽ, പെയിൻ മാനേജ്മെന്റ്, റീഹാബിലിറ്റേഷൻ, ന്യൂട്രീഷൻ ആൻഡ് എൻഡ് ഓഫ് ലൈഫ് കെയർ. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാൻ, എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതിയെടുക്കാം കേട്ടോ. കെയർ ഓഫ് പേഷ്യൻസില് ആദ്യം വരുന്നത് യൂണിഫോം കെയർ ഓഫ് പേഷ്യൻസ് ഇൻ ഓൾ സെറ്റിംഗ്സ് കേട്ടോ. യൂണിഫോം കെയർ ഓഫ് പേഷ്യൻസ് ഇൻ ഓൾ സെറ്റിംഗ്സ്. രണ്ടാമത്തേത് എമർജൻസി ആംബുലൻസ് സർവീസസ് CPR ഗൈഡ് ലൈൻസ് കേട്ടോ. എമർജൻസി ആംബുലൻസ് സർവീസസ് CPR ഗൈഡ് ലൈൻസ്. മൂന്നാമത്തേത് ICU സ്റ്റാൻഡേർഡ്സ് കെയർ ഓഫ് വൾണറബിൾ പേഷ്യൻസ്. ICU സ്റ്റാൻഡേർഡ്സില് കെയർ ഓഫ് വൾണറബിൾ പേഷ്യൻസ്. നാലാമത്തേത് ഹൈ റിസ്ക് ഓൺ പ്രഗ്നൻസി, പീഡിയാട്രിക്സ്, അനസ്തേഷ്യ, സർജിക്കൽ, പെയിൻ മാനേജ്മെന്റ്, റിഹാബിലിറ്റേഷൻ, ന്യൂട്രീഷണൽ ആൻഡ് എൻഡ് ഓഫ് ലൈഫ് കെയർ. ഇത്രയും കാര്യങ്ങളാണ് കെയർ ഓഫ് പേഷ്യന്റില് വരുന്നത് കേട്ടോ. ഇനി മൂന്നാമത്തേത് നാലാമത്തേത് ഹൈ റിസ്ക് ഓൺ പ്രഗ്നൻസി. ഹൈ റിസ്ക് ഓൺ പ്രഗ്നൻസി, ഹൈ റിസ്ക് ഓൺ പ്രഗ്നൻസി, പീഡിയാട്രിക്സ്, anesthesia, surgical pain management, pain management, rehabilitation, nutritional and end of life care, ഓക്കെ, കഴിഞ്ഞോ ബ്രിജീന? എഴുതി കഴിഞ്ഞോ? ഇനി മൂന്നാമത്തേത് മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ ആണ് കേട്ടോ. MOM കേട്ടോ. അതിന്റെ കീഴിൽ വരുന്നത്, അതിന്റെ അണ്ടറിൽ വരുന്നത് ഫാർമസി സർവീസ് വരുന്നുണ്ട് കേട്ടോ. മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ നമുക്ക്, മെഡിസിനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതിനകത്ത് വരുന്നതാണ് ഫാർമസി സർവീസ്. ആദ്യത്തേത് ഫാർമസി സർവീസ്. രണ്ടാമത്തേത് പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേറ്റഡ് ഓൺ സേഫ് മെഡിക്കേഷൻ കേട്ടോ. പേഷ്യന്റ് ആൻഡ് ഫാമിലി എഡ്യൂക്കേറ്റഡ് ഓൺ സേഫ് മെഡിക്കേഷൻ. പേഷ്യന്റിനെയും ഫാമിലിയെയും എന്ത് ചെയ്യുക? എഡ്യൂക്കേറ്റ് ചെയ്യുക. എങ്ങനെയാണ് സേഫ് ആയിട്ടുള്ള മെഡിക്കേഷൻ ഇൻടേക്ക് ചെയ്യേണ്ടത്, അതിന്റെ ഉപയോഗം എന്താണെന്നൊക്കെ എന്ത് ചെയ്യുക? അവരെ പറഞ്ഞ് ബോധിപ്പിക്കുക. ഇനി മൂന്നാമത്തത് ഫുഡ് ഡ്രഗ് ഇന്ററാക്ഷൻ. ഒന്നുകൂടി പറയണോ? രണ്ടാമത്തെ പോയിന്റ് ആണോ? അതെ. Patient and family educated on safe medication. Patient and family educated on safe medication.
മൂന്നാമത്തത് ഫുഡ് ഡ്രഗ് ഇന്ററാക്ഷൻ കേട്ടോ. ഫുഡ് ഡ്രഗ് ഇന്ററാക്ഷൻ, അതായത് ഫുഡും ഡ്രഗും തമ്മിൽ എന്താണ് ഒരു എന്താ പറയാ, അതായത് ചില മെഡിസിൻസ് ഒക്കെ കഴിക്കുമ്പോൾ എന്താണ് നമുക്ക് അലർജീസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ ചില ഭക്ഷണങ്ങള് ചില മരുന്നുകൾക്ക് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എന്താണ് ബോധവൽക്കരിക്കുക ആരെ, പേഷ്യൻസിനെയും ഫാമിലിയെയും. പിന്നെ മോണിറ്ററിങ് ആഫ്റ്റർ മെഡിക്കേഷൻ, നമ്മള് മരുന്ന് ഇപ്പൊ നമ്മൾക്ക് തന്നു കഴിഞ്ഞിട്ട് ഒരു ഇഞ്ചക്ഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ ആണെങ്കിലോ നമ്മൾ ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, മാനേജ്മെന്റ് ഓഫ് മെഡിക്കേഷനിൽ വരുന്നത്. ഇനി അടുത്തത് പേഷ്യന്റ് റൈറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ആണ് കേട്ടോ പറയാൻ പോകുന്നത്. ഓർഗനൈസേഷൻ പ്രൊട്ടക്ഷൻ ടു പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ് ഡ്യൂറിങ് കെയർ, അതായത് എന്താണ് ഓർഗനൈസേഷൻ പ്രൊട്ടക്ഷൻ ടു പേഷ്യന്റ് ആൻഡ് ഫാമിലി റൈറ്റ്സ്, അതായത് പേഷ്യന്റിന്റെയും അതുപോലെ ഫാമിലീസിന്റെയും ഒക്കെ എന്താണ് റൈറ്റ്സ്, അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി സപ്പോർട്ട് ടു പേഷ്യന്റ് ഫാമിലി ഫോർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, അതായത് പേഷ്യന്റിന്റെയും ഫാമിലിയുടെയും ആ ഒരു ഡിസിഷൻ മേക്കിംഗ് സമയത്ത്, ഇപ്പൊ പേഷ്യന്റിനായാലും ഫാമിലിക്കായാലും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്ന സമയത്ത് അവരെ ഡിസിഷൻ മേക്കിങ്ങിനായിട്ട് എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനി ഡോക്യുമെന്റഡ് കൺസെന്റ് ഫോർ ഇൻഫോർമഡ് ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ കൺസെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇനി ഇൻഫോർമേഷൻ ഓൺ ഹെൽത്ത് നീഡ്സ് ടു പേഷ്യന്റ് ഫാമിലി, അതായത് പേഷ്യന്റ് ഫാമിലിയെ അറിയിക്കുക എന്താണ്, അതായത് അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ കോസ്റ്റ് ഓഫ് കെയർ വരുന്നുണ്ട്, അതായത് പരിചരണത്തിന്, അതായത് എത്ര രൂപയാണ് അവർക്ക് ആ ഹോസ്പിറ്റലില് അയാൾക്ക് പരിചരണം കൊടുക്കുമ്പോൾ രോഗിക്ക് കെയർ കൊടുക്കുമ്പോൾ ചെലവാകേണ്ട എമൗണ്ടിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇനി ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ആൻഡ് കൺട്രോൾ അല്ലെ, അതിനകത്ത് വരുന്നത് എന്താണെന്ന് പറഞ്ഞേ, ആരെങ്കിലും ഒരാൾ പറഞ്ഞിനി ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞ ആരെങ്കിലും, സഫിയ ഒന്ന് പറഞ്ഞേ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോള്. well defined comprehensive infection control program. ഒന്ന് well defined comprehensive infection control program. രണ്ടാമത്തത് പ്രിവെൻഷൻ ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ, അതിനകത്ത് ആരൊക്കെയാ പെടുന്നത്, ആ പ്രിവെൻഷൻ ഓഫ് ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് എംപ്ലോയീസ് അല്ലേ. ഇനി നെക്സ്റ്റ് വൺ കൺട്രോൾ ഔട്ട് ഓഫ് ബ്രേക്ക് ഓഫ് ഇൻഫെക്ഷൻ, അത് ഔട്ട് ഓഫ് ബ്രേക്ക് ഇൻഫെക്ഷന് അധികമായിട്ട് തടയാതിരിക്കുക, അധികമായിട്ട് വരാതിരിക്കാനുള്ള കൺട്രോള്. പിന്നെ സ്റ്റെറിലൈസേഷൻ ആക്ടിവിറ്റീസ്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഡാഷ് ഇട്ടിട്ടാണ്, സ്റ്റെറിലൈസേഷൻ ആക്ടിവിറ്റീസ് ഹൈഫൺ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. പിന്നെ ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ് ഓൺ ICU, അത്രയാണുള്ളത്. ഇനി പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, സ്മിത ഒന്ന് പറഞ്ഞേ പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അതിനകത്ത് വരുന്നത് എന്തൊക്കെയാ? ഒന്നാമത്തെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം, രണ്ടാമത്തെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് മോണിറ്ററിംഗ് പേഷ്യന്റ് കെയർ ഏരിയാസ്, മൂന്നാമത്തെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് മോണിറ്ററിംഗ് മാനേജ്മെന്റ് ഏരിയാസ്, നാലാമത്തെ ഓഡിറ്റ് ഓഫ് പേഷ്യന്റ് കെയർ സർവീസ്. മാത്രമേ ഉള്ളൂ, നാലുള്ളൂ. ഇനി റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജ്മെന്റിൽ എന്തൊക്കെയാ വരുന്നേ, ശരണ്യ ഒന്ന് പറഞ്ഞേ. ഡിഫൈൻഡ് മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി, ക്വാളിഫൈഡ് എക്സ്പീരിയൻസ് പേഴ്സൺ ഹെഡ്സ് ദ ഓർഗനൈസേഷൻ. മൂന്നാമത്തെ എൻഷുർ പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് നോ ദ റിസ്ക് മാനേജ്മെന്റ്. മൂന്നെണ്ണേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെന്റ്. മൂന്നെണ്ണല്ലേ പറഞ്ഞുള്ളൂ അല്ലേ? മൂന്നെണ്ണുള്ളൂ. ഓക്കെ. ഇനി അടുത്തത് ശരണ്യ തന്നെ പറഞ്ഞോ, ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. ഓർഗനൈസേഷൻ ഈസ് അവെയർ ഓഫ് റൂൾ ആൻഡ് റെഗുലേഷൻ, ഒന്നാമത്തെ. രണ്ടാമത്തെ സേഫ് എൻവയോൺമെന്റ് ഫോർ പേഷ്യന്റ് ഫാമിലീസ് എംപ്ലോയീസ്. മൂന്നാമത്തെ ക്ലിനിക്കൽ ആൻഡ് സപ്പോർട്ട് സർവീസ് എക്യുപ്മെന്റ് മാനേജ്മെന്റ്. നാലാമത്തെ പ്ലാൻ ഫോർ ഫയർ ആൻഡ് നോൺ ഫയർ എമർജൻസീസ്. അഞ്ചാമത്തെ നോ സ്മോക്കിംഗ് പോളിസീസ്. ആറാമത്തെ പ്ലാൻ ഫോർ കമ്മ്യൂണിറ്റി എമർജൻസീസ്, എപ്പിഡമിക് ഡിസാസ്റ്റർ, ഹസാർഡിയസ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്.
ഞാൻ 2 പോയിന്റ് ഉള്ളതും ശരണ്യ തന്നെ പറഞ്ഞു കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. അതും കൂടെ ഒന്ന് പറഞ്ഞേ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അതില് ഫസ്റ്റ് വൺ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് ഡോക്യുമെന്റഡ് ഒന്നാമത്തെ, രണ്ടാമത്തെ ഓറിയന്റേഷൻ ഓഫ് ന്യൂലി ജോയിന്റ്, മൂന്നാമത്തെ ഓൺഗോയിങ് ട്രെയിനിങ്, നാലാമത്തെ ജോബ് റെസ്പോൺസിബിലിറ്റീസ്, അഞ്ചാമത്തെ ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ്, ആറാമത്തെ ഗ്രീവൻസസ് ഹാൻഡ്ലിംഗ്, ഹെൽത്ത് നീഡ്സ് ഓഫ് ദ എംപ്ലോയീസ്, ഹെൽത്ത് നീഡ്സ് ഓഫ് ദ എംപ്ലോയീസ്, എട്ടാമത്തെ പേഴ്സണൽ റെക്കോർഡ്സ്, ഒമ്പതാമത്തെ മെഡിക്കൽ പ്രൊഫഷണൽസ്, നേഴ്സിംഗ് സ്റ്റാഫ്, ക്രെഡൻഷ്യൽസ്. ഇനി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ആണ് IMS, ഡാറ്റ ഇൻഫർമേഷൻ ടു ഓൾ പേഷ്യന്റ് കെയർ പ്രൊവൈഡേഴ്സ്, പ്രോസസ് ഓഫ് മാനേജ്മെന്റ് ഓഫ് ഡാറ്റ, മെഡിക്കൽ റെക്കോർഡ് കീപ്പിംഗ്, മെഡിക്കൽ ഓഡിറ്റ്. അത്രേ ഉള്ളൂ. ഇനി ഞാൻ ചോദിക്കുന്നവര് 1 or 2 സെന്റൻസിൽ ഉത്തരം പറയാ കേട്ടാ. ഓക്കെ, ഇപ്പത്തെ അതായത് പഠിച്ചു വന്നത് തന്നെയാണ്. വാട്ട് ഈസ് നാബ്? നാബ് ക്രിജീന, നാബ് ഒന്ന് പറഞ്ഞു. എന്താ നാബ്? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. അതാണ് നാബ് എന്ന് പറയുന്നത്. അത് ഹോസ്പിറ്റലുകൾക്ക് മതി, 2 സെന്റൻസിൽ ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, രണ്ടാമത്തത് വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ISO? അജിസ്ന, അജിസ്ന. ഓക്കെ, റിൻസി ഒന്ന് പറയാമോ? വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ISO? കേൾക്കുന്നില്ലേ? അജിസ്ന ഒന്ന് പറഞ്ഞേ. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ അല്ലേ? ഓക്കെ. ഇനി NABL സ്റ്റാൻഡ്സ് ഫോർ NABL. ഷബാന, NABL. National Accreditation Board for Testing and Calibration Laboratory. National Accreditation Board of Testing and Calibration Laboratories. Okay. ഇനി കോഡ് ബ്ലൂ എന്തുമായി ബന്ധപ്പെട്ടതാ? കോഡ് ബ്ലൂ കാർഡിയാക് അറസ്റ്റ്. കാർഡിയാക് അറസ്റ്റ് അല്ലേ? വേറൊരു പേര് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല അതിനകത്ത് നിങ്ങൾക്ക്. കാർഡിയാക് അറസ്റ്റ് ആണ്. ഓക്കെ, സമ്മതിച്ചു. പിന്നെ വേറെ ഒരെണ്ണമുണ്ട് കണക്റ്റഡ് ആയിട്ട് അതുമായി ബന്ധപ്പെട്ട്, CPR കേട്ടോ. കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ കേട്ടോ. അതും കോഡ് ബ്ലൂ ആയിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ. കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ കേട്ടോ, CPR. ഇനി കോഡ് റെഡ് എന്താ? കോഡ് റെഡ് ഫയർ. ഓക്കെ. കോഡ് ഗ്രേ ആണെങ്കിലോ? ഗ്രേ ഇന്റേണൽ ഡിസാസ്റ്റർ. ഡിസാസ്റ്റർ. കോഡ് പിങ്കോ? ബേബി മിസ്സിംഗ്. പീഡിയാട്രിക്സ്. ഓക്കെ. ഇനി who are the vulnerable patients? ആരാ vulnerable patients? ഏജ് ഗ്രൂപ്പ് below 12 above 65 ആണ് അല്ലേ? ഓക്കെ. ആരൊക്കെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ഫിസിക്കലി ചാലഞ്ചഡ് പീപ്പിൾ ഉണ്ടായിരിക്കും, ICU പേഷ്യൻസ് ഉണ്ടായിരിക്കും. Physically challenged patients who cannot perform. ADLS and persons who cannot perform their activities, daily living activities ചെയ്യാൻ പറ്റാത്ത. ADLS എന്നാണ് പറയാ, ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്സ് കേട്ടോ. ഡെയിലി ലിവിങ്സ് കേട്ടോ, ADLS. പിന്നെ ICU പേഷ്യൻസ് കേട്ടോ. ഇത്രയും ആളുകളാണ് അതിനകത്ത് പെടുന്നേ. ഇനി വാട്ട് ഈസ് സെന്റിനൽ ഇവന്റ്? ലിസ്റ്റ് ഔട്ട് ദ എക്സാമ്പിൾസ്. അൺഎക്സ്പെക്ടഡ് ഒക്കറിങ് എന്താണ് ഇൻവോൾവ് പെർമനന്റ് ഇഞ്ചുറി വരുന്ന അല്ലെങ്കിൽ ഡെത്ത് വരുന്ന, ഡെത്ത് ഓർ എംപ്ലോയീസ് വിസിറ്റേഴ്സ് ഇൻ ദ ഹോസ്പിറ്റൽ. ഞാനെന്നാ ഒന്നുകൂടി പറയാം, ചിലർക്ക് അത് മിസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഒന്നുകൂടി പറയാം കേട്ടോ. An unexpected occurrence involving permanent injury
death of patient or employee or visitor in the hospital is termed as sentinel event. Okay. And ചില examples ഉണ്ട്. Surgery performed in the wrong body part, discharge of an infant to the wrong person, medication error, a slip, trip or fall. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ഒന്നുകൂടെ പറയാം മിസ്സേ. ഒന്നുകൂടി പറയാം. ഏതാ പറയണ്ടേ? അതില് സെക്ഷൽ അസാൾട്ട് അതുകൊണ്ട് കേട്ടോ, സെക്ഷൽ അസോൾട്ട് വിത്തിൻ ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഓക്കെ, ഇപ്പൊ ഒന്നുകൂടി പറയാം. an unexpected occurrence involving permanent injury, slash ഇട്ടിട്ട് എഴുതാ. death of patient or employee or visitor in the hospital is termed as sentinel event. ADLS-ന്റെ ഫുൾ ഫോം എന്ന് പറയാമോ? ADLS, activities of daily livings. Okay. Okay, ഇനി what is surrogate consent? എന്താ surrogate consent? ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ നമ്മൾ കൺസെന്റ് സൈൻ ചെയ്യാൻ നമ്മളെ കൊണ്ട് എപ്പോഴാണ് പറ്റാത്ത അവസ്ഥ വരുന്നത്, അന്നേരം നമ്മുടെ ഫാമിലി മെമ്പേഴ്സോ സ്പൗസോ ആർക്ക് വേണമെങ്കിലും സൈൻ ചെയ്യാം, 18 വയസ്സിൽ താഴെയുള്ളവരും ഇത് വരുമ്പോ. ഓക്കെ, ഞാനൊന്ന് വായിക്കാം കേട്ടോ. ആരെങ്കിലും എഴുതിയെടുക്കാത്തവരുണ്ടെങ്കിൽ എഴുതിയെടുക്കാം. കൺസെന്റ് സൈൻഡ് ബൈ എ സ്പൗസ് ഓർ ഫാമിലി മെമ്പർ ഓഫ് ദ പേഷ്യന്റ് in a situation when patient is not in a position to give his own signature or in case the patient is below 80 years of age. എന്താ എഴുതിയിട്ടില്ല. കൺസെന്റ് സൈൻഡ് ബൈ എ സ്പൗസ്. ഒരു സ്ലാഷ് ഇട്ടിട്ട് എഴുതാ. ഫാമിലി മെമ്പർ of the patient in a situation when patient is not in a position to give his own signature or WN or in case the patient is below 18 years of age. Okay. 80 years കഴിഞ്ഞിട്ടാണോ ടീച്ചർ? 80 years of age, വയസ്സ്. 80 years of age. Okay. ഇത്രയുമാണ്. ഇനി അടുത്തത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. 32 mandated by NAB. ഇതാര് പറയും? ഷിനു പറയാമോ? പറയാം മിസ്സേ.
അശ്വിനെ കാത്തിരിക്കുകയായിരുന്നു ഞാനിത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. വേറെ ആരും ഇത് പറയില്ല, അതുകൊണ്ട് അശ്വിന് തന്നെ പറയണം കേട്ടോ. അപ്പൊ ഇതൊന്ന് പറഞ്ഞേ, എന്തൊക്കെയാന്ന് വരുന്നേ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ക്വാളിറ്റി ഓരോ പോയിന്റ്സും പറഞ്ഞിട്ട്, ഓരോ പോയിന്റ്സും ഇംഗ്ലീഷിൽ വായിക്കണം എന്നില്ല, അത് ജസ്റ്റ് വായിച്ച് മൈൻഡിൽ വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി കേട്ടോ. അതായത് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഇൻഫെക്ഷൻ കൺട്രോൾ അങ്ങനെയാന്ന് പറഞ്ഞാൽ പോരെ? എന്താ ഇൻക്ലൂഡഡ് ആയിരിക്കണെന്ന്? മതി മതി മതി. എന്തൊക്കെയാണ് ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, ആ പോയിന്റ്സ് എന്തൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ മതി. നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ്, നമ്മൾ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഞാൻ സ്കൂളിൽ പോയിരുന്നായിരുന്നു, അതുകൊണ്ടാ. ഇതല്ലേ വായിക്കുന്നേ ഷിനു? ഇതല്ലേ വായിക്കുന്നേ? മൂന്നാമത്തെ പോയിന്റ് അല്ലേ വായിക്കുന്നേ? മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിൽ എന്താ പറയാ, ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് ഇൻ ഇൻഡോർ പേഷ്യന്റ്. നമ്മൾ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യന്റ്, അവിടെയുള്ള പേഷ്യന്റിന്റെ ഇനീഷ്യൽ അസസ്മെന്റ് നടത്തുക. ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കും. ഇപ്പൊ ഹൈറ്റ്, വെയിറ്റ്, പ്രഷർ, ഷുഗർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതാണ് ഇനീഷ്യൽ അസസ്മെന്റ്. നമ്മൾ വന്നു കഴിയുമ്പോൾ അവരുടെ ഇത് നോക്കണമല്ലോ, ചെക്ക് ചെയ്യുമല്ലോ. അപ്പൊ എന്ത് അസുഖമായിട്ടാണ് വന്നിരിക്കുന്നത്, അത് എങ്ങനെയാണ് വന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമ്മൾ അവരൊന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ടാണ് വിടുന്നത്. പിന്നെ അവര് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഉള്ള സമയത്ത് എങ്ങനെയാണ്, പേഷ്യന്റ് സ്റ്റേബിൾ ആയിട്ടാണോ ഡിസ്ചാർജ് ചെയ്തത്, ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഒന്നും കൂടെ വന്ന് കാണണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു വിടും. പിന്നെ എന്താ പറയാ, ഓരോന്നും വായിക്കണ്ടല്ലോ അല്ലേ? അതിനൊക്കെ എടുക്കുന്ന കൂടുതൽ ടൈം എടുക്കുന്നുണ്ടോ നോക്കാനല്ലേ? ടൈം ടേക്കനാണ്. പ്രഷർ അൾസേഴ്സ്. എന്ത്? ഞാൻ വിചാരിച്ചു ബുദ്ധിമുട്ടും. പ്രഷർ അൾസേഴ്സ് കൂടെ കുറെ കാലം കിടക്കുമ്പോൾ ബോഡിയിൽ ആ ഒരു റേറ്റ് എല്ലാം കിട്ടാത്തതുണ്ടെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞോളും, കുഴപ്പമില്ല കേട്ടോ. അത് തന്നെ, എല്ലാരും കൂടെ പറഞ്ഞതാണ് നല്ലത്. എല്ലാരും കൂടി പറയണോ? ഒരാള് പറഞ്ഞാ മതിയോ? എല്ലാവരും കൂടി പറയണോ? എന്താ ചെയ്യണ്ടേ? എല്ലാരും മനസ്സിലാക്കി തന്നതാണ്, അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് കേട്ടോ. ഷിനുവിനെ പറഞ്ഞോട്ടെ, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പറയാലോ, അല്ലെങ്കിൽ ഭയങ്കര ഒച്ചയാവും. നീ തന്നെ പറഞ്ഞോ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവര് പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ. പെട്ടെന്ന് ടെൻഷൻ പറഞ്ഞു ബലിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും എററുകൾ ഉണ്ടെങ്കിൽ, അതായത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ നോക്കണം. അതിപ്പോ 10 പേര് വന്നു, അപ്പൊ അവരുടെ എല്ലാ കാര്യങ്ങളും അസസ്മെന്റ് ചെയ്യുമ്പോൾ എറർ വരാൻ പാടില്ലല്ലോ. ഇപ്പൊ പേരാണെങ്കിലും അവരുടെ ഏജ്, അവരുടെ ഇതൊക്കെ മാറിപ്പോകരുതല്ലോ. അപ്പൊ അങ്ങനെ മാറിപ്പോയാൽ തന്നെ ആ പേഷ്യന്റെ തന്നെ മൊത്തത്തിൽ മാറിപ്പോകും. അപ്പൊ അത് ശ്രദ്ധിക്കണം. പിന്നെ സേഫ്റ്റി, അവർക്ക് എങ്ങനെ സ്റ്റാഫ് അവരോട് നന്നായിട്ടാണോ ബിഹേവ് ചെയ്യുന്നത്, അവരുടെ ഡയഗ്നോസ്റ്റിക് കറക്റ്റ് ആയിട്ട് കണ്ടെത്തി ഇത് ഫിസിഷ്യന്റെ അടുത്ത് പറയുന്നുണ്ടോ, അതൊക്കെ നോക്കണം. പിന്നെ മെഡിക്കേഷൻ ചാർട്ടുകൾ എറർ വരാൻ പാടില്ല. അതിൽ കറക്റ്റ് ആയിട്ട് വേണം, അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കണം ഇന്ന ആൾക്ക് ഇന്ന ഇതാണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കണം. അതിന്റെ ഒരു പെർസെന്റേജ് നോക്കും. ഇപ്പൊ അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ അതിന്റെ പെർസെന്റേജ് നോക്കണമല്ലോ. ഇപ്പൊ 10 പേര് വന്നു, അതിൽ 9 പേരെ തെറ്റിച്ച് എഴുതി വെച്ചേക്കണെങ്കിൽ അക്രഡിറ്റേഷൻ കിട്ടില്ലല്ലോ നമുക്ക്. അപ്പൊ അതിന്റെ ഒരു പെർസെന്റേജ് എത്രയുണ്ടെന്ന് നോക്കണം. പിന്നെ ഇൻപേഷ്യന്റിന്റെ എത്ര പേർക്ക് ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടാവുന്നുണ്ടെന്ന് നോക്കണം. നമ്മളൊരു മെഡിസിൻ കൊടുത്തു, അത് എത്ര പേർക്ക് അതിൽ എന്തെങ്കിലും അലർജിക്ക് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് അതിന്റെ ഒരു പെർസെന്റേജ് നോക്കണം, മരുന്നുകളുടെ. പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ, അതായത് നമ്മൾ ഓപ്പറേഷൻ ചെയ്തു, അത് കഴിഞ്ഞ് പേഷ്യന്റ് പോയി, പെട്ടെന്ന് പേഷ്യന്റിന് എന്തെങ്കിലും സംഭവിച്ചു, അതായത് വല്ല ബ്ലീഡിങ് വരുമോ, അല്ലെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്തത് എന്തെങ്കിലും പൊട്ടിപ്പോവോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്ന് അവർ തിരിച്ചും OT-യിലേക്ക് വരുന്ന എത്ര പേരുണ്ടെന്നുള്ളത് അവരുടെ പെർസെന്റേജ് നോക്കണം. പിന്നെ നിയർ മിസ് പെർസെന്റേജ് നോക്കണം. പിന്നെ മെഡിക്കൽ റെക്കോർഡുകൾ, അതിൽ എത്ര ഇംപ്രോപ്പർ ആയിട്ടുള്ള കൺസെന്റ് ഉണ്ടെന്നുള്ളത് അത് നോക്കണം. ചിലപ്പോൾ എല്ലാവർക്കും സമ്മതമായിരിക്കണമെന്നില്ലല്ലോ ചിലതൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ചിലപ്പോൾ അവര് തന്നെ സ്വയമേ ഇത് കൺസെന്റ് സൈൻ ചെയ്ത് വിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തുന്നവരും ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു പെർസെന്റേജ് നോക്കണം.
പിന്നെ ബ്ലഡ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോഴത്തേക്കും അതിന് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പൊ അവരുടെ തന്നെ കറക്റ്റ് ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണോ വേറെ പേഷ്യന്റിലേക്ക് ഇപ്പൊ അയാൾക്ക് ഓപ്പോസിറ്റീവ് വേണമെങ്കിൽ അയാൾക്ക് കറക്റ്റ് ആയിട്ടുള്ളത് തന്നെയാണോ അത് കയറ്റുന്നത്, അങ്ങനെയുള്ള ബ്ലഡിന്റെ ഇത് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിന്റെ പെർസെന്റേജ് അത് നോക്കണം. പിന്നെ ആന്റിബയോട്ടിക്സ് നമ്മൾ കുറേ ഇങ്ങനെ എന്തോരം ആന്റിബയോട്ടിക്സ് ഒരാൾ റിസീവ് ചെയ്യുന്നുണ്ട്, അതൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഫിലൈറ്റിക്കിലാണോ കൊടുക്കുന്നതെന്ന് നോക്കണം. ഇതൊരു ടൈമുണ്ട്. ഇപ്പൊ 5 ദിവസം, 7 ദിവസം, 12 ദിവസം അങ്ങനെയൊക്കെ ആയിരിക്കും ആന്റിബയോട്ടിക്സ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പെർസെന്റേജ് നോക്കണം. പിന്നെ എന്തെങ്കിലും പേഷ്യന്റിന് നോക്കുമ്പോൾ റോങ് സൈറ്റ് ആണോ, റോങ് പേഷ്യന്റ് ആണോ, റോങ് സർജറി ആണോ അവർക്ക് ചെയ്തിരിക്കുന്നത് നോക്കണം. ഇപ്പൊ ആള് മാറി ചിലപ്പോൾ സർജറി ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പൊ കാലിന് ചെയ്യേണ്ടത് കയ്യിൽ കൊണ്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അതിന്റെ ഒരു പെർസെന്റേജ് എത്രയുണ്ടെന്ന് അത് നോക്കണം. പിന്നെ മെഡിക്കേഷൻ എറർ റേറ്റ് എന്താണ്, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് നോക്കണം. പിന്നെ ICUല് ഒരു പേഷ്യന്റ് ഡെത്ത് ആവുന്നത്, അവരുടെ മോർട്ടാലിറ്റി റേഷ്യോ നോക്കണം. ICUല് വെച്ച് എത്ര പേഷ്യന്റ് മരിച്ചു പോകുന്നുണ്ട് അതിന്റെ ഒരു ഇത് നോക്കണം. പിന്നെ 3 ദിവസത്തിനുള്ളില് അതായത് ഇപ്പൊ നമ്മൾ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്ന് 3 ദിവസത്തിന് ശേഷം സിമിലർ ആയിട്ട് വീണ്ടും അങ്ങനെ തന്നെ വരുവാണെങ്കിൽ, എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ട് വരും, 3 ദിവസത്തിന് ശേഷമാണല്ലോ നമ്മൾ വിടുന്നത്. ഇപ്പൊ ICUല് കിടക്കുന്നു പേഷ്യന്റ്, അല്ല എമർജൻസി ആയിട്ട് പേഷ്യന്റ് വന്നു, നമ്മളവരെ ഒബ്സർവ് ചെയ്തു, പ്രശ്നമൊന്നും പറഞ്ഞൊക്കെ വിട്ടു. പക്ഷെ എന്നാലും അവരെങ്ങാനും തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കിയത് കറക്റ്റ് അസസ്മെന്റ് അല്ല എന്നാണ് അതിന്റെ പെർസെന്റേജ് കാണിക്കുന്നത്. പിന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, കത്തീറ്റർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും കുറെ നാൾ ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് കത്തീറ്റർ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇൻഫെക്ഷൻസ് ഉണ്ടാവും. അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന്റെ റേറ്റ് എന്തോരം ഉണ്ടെന്ന് നോക്കണം. വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റിന് ന്യൂമോണിയ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതിന്റെ റേറ്റ് നോക്കണം. പിന്നെ സെൻട്രൽ ലൈൻ റിലേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ, അതായത് ഒന്നെങ്കിൽ കയ്യില്, കഴുത്ത്, നെഞ്ച്, ഈ 3 കാര്യങ്ങളിലാണ് സെൻട്രൽ ലൈൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുന്നത് അതിന്റെ ഇത് നോക്കണം. പിന്നെ ഹാൻഡ് ഹൈജീൻ കോംപ്ലൈൻസ് റേറ്റ്, നമ്മളെപ്പോഴും നല്ല നീറ്റ് ആയിരിക്കണം, ക്ലീൻ ആയിട്ട് വേണം എന്ത് ചെയ്താലും ക്ലീൻ ആയിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ എന്തെങ്കിലും സർജറീസ് റീഷെഡ്യൂൾ ചെയ്യുന്നുണ്ടോ നോക്കണം, അതിന്റെ പെർസെന്റേജ് നോക്കണം. സർജറി ഇപ്പൊ ഇന്ന് പറഞ്ഞു, അപ്പൊ അത് പറ്റിയില്ല, രണ്ട് പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുവാണോ, അപ്പൊ എത്ര അങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുന്നുണ്ടോ നോക്കണം. അപ്പൊ അതൊരു നെഗറ്റീവായിട്ട് നമുക്ക് തോന്നും. കാരണം ഒരാൾക്കൊരു ഓപ്പറേഷൻ പറഞ്ഞ ടൈമിൽ നടത്താണ്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചോണ്ടിരുന്നാൽ അത് മോശമല്ലോ. അപ്പൊ അത് നോക്കണം. പിന്നെ ബ്ലഡ് മാറ്റുമ്പോ അങ്ങനെ ബ്ലഡ് കമ്പൗണ്ട്സ് അതിന്റെ കാര്യങ്ങള്. ബ്ലഡ് ബാങ്കിൽ പേഷ്യന്റിന്റെ ടൈമാണോ മിസ് ഉദ്ദേശിക്കുന്നത്? ഏതാ? അത് ബ്ലഡ് ആവശ്യം അതായത് വരുമ്പോ ടൈമിനുള്ളിൽ കിട്ടുന്ന തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാനായിട്ട് പറ്റണമെന്ന്, അതല്ലേ? ടൈമുണ്ട്, ഇന്ന ടൈപ്പ്. ഇപ്പൊ അവർക്ക് ഇത്ര ടൈമിനുള്ളിൽ ബ്ലഡ് കൊടുക്കണം, ഇപ്പൊ അരമണിക്കൂറിനുള്ളിൽ ബ്ലഡ് കൊടുക്കണം എന്നാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അരമണിക്കൂറിനുള്ളിൽ കൊടുക്കാനുള്ള ബ്ലഡ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണമല്ലോ. നമ്മളതെല്ലാം സജ്ജീകരിച്ച് വെച്ചിട്ട് വേണം ഓപ്പറേഷൻ ആയാലും എന്തായാലും ചെയ്യാൻ തുടങ്ങാനായിട്ട്. ആ ടൈം കറക്റ്റ് ആയിട്ട് അതിന്റെ റേറ്റ് എത്രത്തോളമാണ് അവരത് ചെയ്യുന്നത്, അതിനുള്ള ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബ്ലഡ് ബാങ്കിലായാലും നമ്മൾ ഇൻഫോം ചെയ്തിട്ട് ഇത്ര നേരത്തിനുള്ളിൽ നമുക്ക് ആ രോഗിക്ക് ബ്ലഡ് എത്തിച്ചിട്ടുള്ള കാര്യമുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞല്ലോ, അത് കത്തീറ്റർ റിലേറ്റഡ് ആണ് ഇതിനകത്ത് പറയുന്നേ, അല്ലാതെ എങ്ങനെയൊക്കെയാണ് ആ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്? റിലേറ്റഡ് അല്ലാതെ അത് നോസോകോമിയൽ ഇൻഫെക്ഷൻ ആയിട്ട് വരാം അല്ലെ? കുറേ നാള് ഹോസ്പിറ്റലിൽ നമ്മള് ബെഡിൽ കിടക്കുമ്പോ അതാണ് ഉദ്ദേശിച്ചത്. ഇതാണ്, അതായത് റിലേറ്റഡ് ആണ്. ഞാനിവിടെ ഒരു നോർമൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് ഇവിടെ പറയുന്നത് കത്തീറ്റർ റിലേറ്റഡ് ആണ് അല്ലെ? അതായത് ആ ഒരു സഞ്ചി അല്ലെ, അങ്ങനെയുള്ള സംഭവം ഇടുമ്പോ അതിൽ നിന്ന് എത്രമാത്രം ഇൻഫെക്ഷൻസ് രോഗികളിൽ വരുന്നുണ്ട്, അല്ലാതെ നോർമൽ ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള മിസ് അത് ബെഡ് പേഷ്യന്റ് അല്ലേ? ബെഡഡ് പേഷ്യന്റ് ആണത്. അത് ബെഡഡ് പേഷ്യന്റ് അല്ലാതെ നോർമൽ ഇൻഫെക്ഷൻ ഉണ്ടാവും, അതാണ് ഉദ്ദേശിച്ചത്. അതല്ല ഞാൻ പറയുന്നത്. ഞാൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, എങ്ങനെയാണ്, അതായത് കൂടുതലും എങ്ങനെയാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്? നമുക്കിവിടെ പറയുന്നത് കത്തീറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള പറയുന്നത്, അല്ലാതെ എങ്ങനെ ഉണ്ടാവാം നോർമൽ ആയിട്ട്?
പഴുപ്പൊക്കെ വന്നു കഴിഞ്ഞാല് അത് തന്നെ ആ സംഭവം തന്നെയാണ്. അതായത് ഒന്നാമത്തേതെന്ന് പറയുന്നത് നോർമൽ ആയിട്ട്, അതായത് ശരിയായ രീതിയിൽ വെള്ളം കുടിക്കാത്തത് കൊണ്ട് അല്ലേ, വരില്ലേ? വരും. വരും. രണ്ടാമത്തത് ശുചിത്വത്തിന്റെ കുറവ് കാരണം. ഓക്കെ, അങ്ങനെയുള്ള അവസ്ഥയിൽ എന്ത് വരാം? ഈ ഒരു രോഗം, രോഗാണുക്കൾ, അതായത് നമ്മുടെ ഈ ഒരു നമ്മള് യൂറിനൊക്കെ എന്താണ് കൊടുത്തു കഴിഞ്ഞാൽ, ടെസ്റ്റിങ്ങിനും മറ്റുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, കൾച്ചർ ചെയ്യാനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏതുതരം ബാക്ടീരിയയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് നമുക്ക് മനസ്സിലാകും. അതിനാണ് നമ്മൾ കൾച്ചർ ചെയ്യുന്നത്. ഏതുതരം അണുക്കളാണ് ഈ പഴുപ്പിന് അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്, ഏതുതരം ബാക്ടീരിയകളാണെന്ന് പറയാനായിട്ട് സാധിക്കും. അതിന് വേണ്ടി കൾച്ചർ ഒക്കെ ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചോദിച്ചെന്നുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ ഇത്രയും ഉള്ളോ? പറഞ്ഞു തീർന്നോ? ഇല്ല, 2-3 പോയിന്റ് കൂടി ഉണ്ട്. ICUയിലും വാർഡ്സിലും ഒക്കെ നഴ്സിന്റെയും പേഷ്യന്റിന്റെ റേഷ്യോ നോക്കണം. അതുണ്ട്. പിന്നെ രോഗം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ടൈം വെയിറ്റിംഗ് ടൈം കൊടുക്കാൻ പാടില്ല. നമ്മളൊരു പെട്ടെന്ന് തന്നെ, എന്നുവെച്ചാല് പെട്ടെന്ന് വന്ന ഉടനെ തന്നെ മരുന്ന് എഴുതി കൊടുക്കാനല്ല ഉദ്ദേശിച്ചത്. വന്നു, കണ്ടു, അവരുടെ കാര്യം ഓക്കെ, ഇന്നതാണ് അസുഖം എന്ന് മനസ്സിലായി. അതിനൊരു ടൈം ലാഗ് വരാൻ പാടില്ല. എമർജൻസി മെഡിക്കേഷൻ ഒന്നും സ്റ്റോക്ക് ഔട്ട് ചെയ്യാൻ പാടില്ല. പിന്നെ പേഷ്യന്റിന്റെ ഫോൾ റേറ്റ്, പേഷ്യന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ഫോൾ എന്ന് വെച്ചാൽ വീഴുക, അതാണ് ഉദ്ദേശിച്ചത്. വീഴാൻ പാടില്ലെന്നാണോ? വീഴാൻ പാടില്ല. ഫോൾ റേറ്റ് എന്ന് പറഞ്ഞാല് എത്ര മാത്രം പേഷ്യൻസ് അവിടെ വീഴുന്നുണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ. ഫ്ലോറിലൊക്കെ ചിലപ്പോ എന്തെങ്കിലും ഇങ്ങനെ വയറോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചിലവരെ ബാത്റൂമിലൊക്കെ തെന്നി വീഴില്ലേ, ഹോസ്പിറ്റലിലാണെങ്കിലും, അല്ലെങ്കിൽ സ്റ്റെപ്പ്, എത്രമാത്രം അവര് അങ്ങനെ വീഴുന്നുണ്ട് ഹോസ്പിറ്റലുകളിൽ, അതിന്റെ റേറ്റ് ആണ് കേട്ടോ. പിന്നെ അവർക്ക് നീഡിൽ സ്റ്റിക്ക് കൊണ്ട് എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മള് സിറിഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടാവുന്ന അതിന്റെ ഇത് നോക്കണം. അങ്ങനെ മെഡിക്കേഷൻ പ്രിപ്പറേഷൻ അത്രേ ഉള്ളൂ. ഇനി ഇതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടോ? ഷിനു പറഞ്ഞതില് എല്ലാവർക്കും മനസ്സിലായില്ലേ? മനസ്സിലായി. ഈ മോക്ക് ഡ്രിൽസ് അതുപോലെ പ്രോൺ അബ്രിവിയേഷൻ അത് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. എന്ന് പറഞ്ഞ യഥാർത്ഥ സംഭവം ഒന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നത്. ഓക്കെ, യഥാർത്ഥ സംഭവങ്ങൾ അല്ലെ, അതൊന്ന് നേരത്തെ തന്നെ റിഹേഴ്സൽ എടുത്ത് കാണിച്ചു കൊടുക്കുക അല്ലെ. ഇനി പ്രോൺ അബ്രിവിയേഷൻ എന്താ? അതെന്താ? ഞാനൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇത് വഷളാവാണ്ട് നോക്കുക. എന്താന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു? എന്താണ് മിസ് ക്വസ്റ്റ്യൻ? എറർ കുറേ വരാൻ പാടില്ല, അതല്ലേ വഷളായി പോരുന്നു, അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്താന്ന് പറഞ്ഞത്? ഡോക്ടർമാരുടെ ഇതാണോ പറഞ്ഞത്, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ പറഞ്ഞു? 1 വീതം 2 നേരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതാണോ എഴുതുമ്പോൾ? ഫാർമസിസ്റ്റ് ആളുകൾക്ക് മിസ്റ്റേക്ക് വരുന്നെന്ന് നോക്കുന്നത്. സഫിയ ഒന്ന് നോക്കിയ നോട്ടിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോന്ന്? എന്താണ് മിസ്, എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? അതായത് ഇതിനകത്ത് എഫ് എന്ന പോയിന്റിന്റെ കാര്യമാണ്. എഫ് അല്ല ജി പോയിന്റ് ആണ് മിസ് ചോദിക്കുന്നത്. പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് എറർ പ്രോൺ അബ്രിവിയേഷൻ. അതെന്താ ഉദ്ദേശിക്കുന്നത് ഈ പ്രോൺ അബ്രിവിയേഷൻ? മാറ്റി കൊടുക്കുക, മാറ്റി എഴുതാനായിരിക്കും. മാറ്റി കൊടുക്കുക അല്ലെ, അതായത് ആ മരുന്നുകൾ കൊടുക്കേണ്ട, കഴിക്കേണ്ട ക്രമം മാറ്റി എഴുതിയേക്കുന്നത് മാറിപ്പോവുക. അത് പറഞ്ഞില്ലായിരുന്നു എന്നാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു കേട്ടെടുത്ത്. ആണല്ലേ, ഓക്കെ ഓക്കെ. അത് പറഞ്ഞില്ല, അതുകൊണ്ട് ചോദിച്ചു. മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? ഇല്ല. മിസ്റ്റേ, 32 പോയിന്റ് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് വന്ന് ഡിസ്ചാർജ് ആയി പോണിടം വരെ ഫുൾ കാര്യം അവര് നോക്കണം. അതായത് അവർ വീഴുന്നുണ്ടോ, അവർക്ക് കൊടുക്കുന്ന മരുന്നിന്റെ ഇത് കറക്റ്റ് ആയിട്ടാണ് എഴുതിയേക്കണേ, അവർ ICUയിൽ കിടക്കുമ്പോ എങ്ങനെ നോക്കണം, അവർ ഓപ്പറേഷൻ ചെയ്യുമ്പോ എങ്ങനെ നോക്കണം, ഡോക്ടർമാർ എത്ര സമയത്തിനുള്ളിൽ ചെയ്യണം, ഇതൊക്കെയല്ലേ ഫുള്ള്. ഇതൊക്കെയാണ് വരുന്നത് ഇതിനകത്ത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയില്ലേ? അപ്പൊ ഇതിന്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കുക. ഇതിന്റെ ബാക്കിയുള്ള ബാലൻസ് ഭാഗം അടുത്ത ക്ലാസ്സിൽ നോക്കിയിട്ട് വരിക. കൂടാതെ
ഓഡിറ്റ് നോക്കിയിട്ട് വരാം കേട്ടോ. മിസ് ഇപ്പൊ പറഞ്ഞ പ്രോൺ അബ്രിവേഷൻ ഒന്ന് പറ മിസ്സേ, എനിക്കൊന്ന് ഷിനു ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഷിനു ഒന്ന് പറഞ്ഞു. ബ്രോഡ് അബ്രിവേഷൻ എന്ന് പറയുന്നത് പിന്നെ വേറെ എന്താണ് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം എന്നുള്ളതില്ലേ? പിന്നെ അത് കോംപ്ലിയൻസ് റേറ്റ് അല്ലേ? കോംപ്ലിയൻസ് റേറ്റ് മെഡിക്കേഷൻ. ഈ പ്രോൺ അന്ന് പറയോ? അതെ, വൺസ് ഇൻ എ ഡെയിലി എന്നൊക്കെ നമ്മള് മരുന്നുകള് സാധാരണ ഒന്ന് വീതം 3 നേരം, രാവിലെ 1 രാത്രി 1. അത് വീതം 3 നേരം എന്നൊക്കെ എഴുതില്ലേ? അതിന് പകരം 1 വീതം 1 നേരം, 1 വീതം 2 നേരം എന്നൊക്കെ തെറ്റിച്ചു കൊടുക്കില്ലേ? അതാ പറയുന്നത് കേട്ടോ. അതാ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. മിസ്സേ ഇനിയിപ്പോ ഇതിനകത്ത് ഇമ്പോർട്ടൻസ് എല്ലാം ഈ ചാപ്റ്റർ മൊത്തം ഇമ്പോർട്ടന്റ് ആണല്ലോ. മൊത്തം ഇമ്പോർട്ടന്റ് ആണ്. അല്ല അങ്ങനെയല്ല വരാൻ പോകുന്നത്, അങ്ങനെയല്ല കുറച്ച് ഇമ്പോർട്ടൻസ് വരാൻ പോകുന്നത് ഞാൻ പറയാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാം ഞാൻ പറഞ്ഞു തരാം. അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, അതുകൊണ്ട് തന്നെ ഒഴിവാക്കാൻ പറ്റില്ല. അത് ഞാൻ പറയാം. നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഉള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് പഠിക്കാൻ എക്സാമിന് വരാൻ സാധ്യതയുള്ളതൊക്കെ പറഞ്ഞു തരാം. അത് ഞാൻ പറയാം. എന്തായാലും ഓഡിറ്റ് നോക്കിയിട്ട് വരിക കേട്ടോ. ഇത് തന്നെയാണ് കണ്ടിന്യൂഷൻ വരുന്നത്. ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ളതിലും വരുന്നത് ഈ ഒരു ചാപ്റ്ററിൽ. അപ്പൊ അത് ജസ്റ്റ് വായിക്കാം. അത് കൂടാതെ ഓഡിറ്റ് നോക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. നാളെ ഉണ്ടോ മിസ്? ഉണ്ടോ? നാളെ ഇല്ലല്ലോ, ഇനി വ്യാഴാഴ്ച അല്ലേ? വ്യാഴം. വ്യാഴം കേട്ടോ, വ്യാഴം.